ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. പാപകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും എന്നിലൂടെ നടക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. കർത്താവ് നമുക്ക് ഇന്ന് കൃപയാൽ ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഒരു അവസരവും കൂടെ സ്വർഗം തന്നു. ഒരു കാര്യം ഉറപ്പിച്ചോണം, വാക്തത്വം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇനിയും അനേക വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതുണ്ട്, നിറവേറേണ്ടതുണ്ട്. അതൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. കർത്താവിന്റെ തിരുകൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് ദൈവസന്നിധിയിൽ ഇപ്പോൾ ബലപ്പെട്ടു വരുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശ ദൈവത്തിൽ നിന്നുള്ളതല്ല. നിരാശ പിശാചിന്റെ ആയുധമാണ്. അവന്റെ ആയുധത്തോട് പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. കർത്താവിലായിരിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിൽ സാക്ഷിയാകുന്നത് വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ നമുക്കിന്ന് വാഴ്ത്തി ദൈവസന്നിധിയിൽ സ്തുതിക്കാം. നമ്മൾ ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട്, വചന ചിന്ത എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചതെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി. പരിശുദ്ധാത്മാവിന്റെ ഇന്നലെ നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് സൺഡേ മീറ്റിംഗിൽ, സൺഡേ ആരാധനയിലുള്ള ദൈവിക സന്ദേശമാണ്. അപ്പം നമ്മൾ ആത്മാവിന്റെ രണ്ട് വിധമാകുന്ന ദൈവശക്തി ഉണ്ട്. നമുക്ക് ശാരീരികമായിട്ടും നമുക്ക് ആത്മീകമായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് സ്ട്രെങ്ത് തരും. ഒരു നിമിഷം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോട്ടെ. നമുക്കൊരു സാക്ഷ്യം ദൈവസന്നിധിയിൽ കേട്ടതിന് ശേഷം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഞാനിത് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടോംസ് പറഞ്ഞ് ചെക്ക് ചെയ്യണേ. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഒരു സാക്ഷ്യം നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. യേശുനാമം മഹത്വപ്പെടുമാറാട്ടെ. ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാക്ഷ്യം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തയ്യലാണ് ജോലി. 15 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് ഒരു കടയെടുത്ത് തയ്യൽ തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു രൂപ പോലെ കടമാണ്. എന്നാലും വേണ്ടില്ല, കടം മേടിച്ചിട്ടാണെങ്കിലും ഒരു കട എനിക്കൊന്ന് വാടകയ്ക്കെടുത്ത് തയ്യൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കടം കൂടി വരെയല്ലാണ്ട് പിന്നെ മൈൻഡ് ഞാൻ മാറ്റി. ബ്രദറിൻ്റെ പ്രേയറിൽ കയറിയപ്പോൾ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം യേശുക്രിസ്തു വഴി പരിപൂർണമായി ചെയ്തു തരുമെന്ന് വചനത്തിലുണ്ട്. ആ വചനം സത്യവും ജീവനുള്ളതാണ്. അതുപോലെ ആ വചനം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച്, അപ്പൻ്റെ മോള് ഒരാളുടെ മുമ്പിൽ 1 രൂപ പോലും കടം മേടിക്കൂല, സ്വർണം പണയം വെക്കില്ല, അക്കൗണ്ടിൽ നിന്നും പൈസ എടുക്കുകയുമില്ല. പക്ഷെ എനിക്ക് കട വേണം, എൻ്റെ അപ്പന് എനിക്ക് അതിന് വഴിയൊരുക്കി തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. വചനം പറഞ്ഞ് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടക്കുമ്പോഴും, റോട്ടിൽ കൂടി നടക്കുമ്പോഴും, വീട്ടിൽ പണിയെടുക്കും, എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കർത്താവ് അതിന് മറുപടി തന്ന്. ഞാൻ ഈ സ്ഥലത്ത് നിന്ദിക്കപ്പെട്ട
ഒറ്റപ്പെട്ട സ്ഥലമാണ്, അതുകൊണ്ട് പനങ്ങാട് വേണ്ടെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ആ നാട്ടിൽ തന്നെ 1 രൂപ പോലും അഡ്വാൻസ് കൊടുക്കാണ്ട് ഒരു കട എനിക്ക് കിട്ടി. ആ സഹോദരിക്ക് സുഖമില്ലാത്ത കാരണം ആ സഹോദരി ഇവർ പൂട്ടിയിട്ടേക്കണായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വിളിച്ച് ചോദിച്ച്, വേറൊരു വാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. അപ്പോഴത്തേക്കും ആ സഹോദരി പറഞ്ഞ് ആർക്കും കൊടുക്കണം, ചേച്ചി തന്നെ എടുത്താൽ മതി, ചേച്ചി തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിക്കും. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച എടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി, നാളെ തന്നെ കട തുറന്ന് കയറിക്കോളാൻ പറഞ്ഞു. ബ്രദറെ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ 1 രൂപ പോലും എനിക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട. ആ വീട്ടിൽ അതിനകത്ത് തയ്യലിന് സംബന്ധമായ ലോക്ക് മെഷീനും കട്ടിങ് ടേബിൾ, പവർ മെഷീൻ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള റോഡ് അരികിൽ തന്നെ, ബസ് റോഡിൻ്റെ തൊട്ടരികത്ത് തന്നെ എനിക്ക് ആ കടയെടുക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ച്. എൻ്റെ ശക്തിയാ ബുദ്ധിയായില്ല. അപ്പം ഞാൻ ഓർത്ത്, നിന്ദിക്കപ്പെട്ട ദേശത്ത് മാനിക്കോന്ന് വാഗ്ദത്തമുണ്ടല്ലോ, അതാണ് ഹിതം. അതുകൊണ്ട് ഒരു മടിയും കൂടാണ്ട് വേണ്ടെന്ന് പറഞ്ഞതാണ് ഈ നാട്ടിൽ. പക്ഷെ അവിടെ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഭവനം ഒതുക്കി തന്നതിനായി സ്തോത്രം. ഇതൊരു അത്ഭുത സാക്ഷ്യം എന്ന് പറയാൻ പറ്റും. അത്യന്ത അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ ഏറ്റെടുക്കണം. പ്രാർത്ഥിക്കുക, തൊഴിൽ വരാനായിട്ട്. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടല്ലോ, ഞാൻ ആ സാക്ഷ്യം തുടക്കത്തിൽ കേൾപ്പിച്ചത് തന്നെ നമുക്ക് വലിയൊരു എൻകറേജ്മെന്റ് തന്നെയാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ബലപ്പെടുത്തുകയും ഒരു സാക്ഷി ഉളവാക്കുകയും ചെയ്യും. സഹോദരി 15 വർഷം മുമ്പ് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കൈ കാശില്ലാത്തതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും എന്ത് ചെയ്തു, കെട്ടിപ്പൂട്ടി വെച്ചു. പക്ഷെ വചനം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാനിതാ പറഞ്ഞ സ്വർഗീയ സാധ്യതകളെ പറ്റിയുള്ള, നോക്കിക്കേ, സ്വർഗീയ സാധ്യതകളെ പറ്റിയുള്ള വചനം കേട്ടു. അന്ന് മുതൽ പറയാൻ തുടങ്ങി, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ, അതായത് ഓൾ യുവർ നീഡ്സ് പറയാൻ തുടങ്ങി. എൻ്റെ ആവശ്യം എന്താണോ പറയാൻ തുടങ്ങി. എനിക്ക് തയ്യക്കട വേണം, കൈ കാശില്ല, ഞാൻ ലോൺ എടുക്കത്തില്ല, നല്ലൊരു തീരുമാനം കേട്ടോ. അതാ ഞാൻ എപ്പോഴും, നിങ്ങൾ ബിസിനസ്സുകൾ ചെയ്യണം, എന്നിട്ട് പറയണം, ഞാൻ അവിടെ നിന്ന് ഇവിടുന്നെല്ലാം കടം മേടിച്ചില്ലാത്ത പൈസ ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ പോകരുതേ. അത് ഒരിക്കലും നിങ്ങൾക്ക് ശാശ്വതമല്ല, നമുക്ക് സമാധാനം കെടുത്തും, സ്വസ്ഥത കെടുത്തു. ഉള്ളത് മതി. ആ സഹോദരി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ലോൺ എടുക്കത്തില്ല, കടം മേടിക്കത്തില്ല. പക്ഷെ ഇത് രണ്ടും ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു കട തുടങ്ങാൻ പറ്റും? നമുക്കൊരു സാധനം മേടിക്കണേ തന്നെ, തയ്യക്കട എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങണേ തന്നെ നമുക്ക് നല്ല പൈസ വേണം, ഒത്തിരി പൈസ നമുക്ക് ആവശ്യമാണ്. പക്ഷെ സഹോദരി തീരുമാനിച്ചു, ലോൺ എടുക്കത്തില്ല, കടം വാങ്ങത്തില്ല, കർത്താവ് എനിക്ക് വേണ്ടി വഴിയൊരുക്കും. ആ വചനങ്ങൾ കേട്ട് ബലപ്പെട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. നോക്കിക്കേ, ഒരു സഹോദരിയെ വിളിച്ചു, അവർ കട ക്ലോസ് ചെയ്യുമായിരുന്നു. അവർ മറ്റൊരാൾക്ക് വേണ്ടി വിളിച്ചത്, പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ എടുത്താൽ മതി. നോക്കിക്കേ, ദൈവത്തിന്റെ ഒരു പ്ലാൻ കണ്ടു. അടുത്ത അഡ്വാൻസ് പോലും വേണ്ട, സകല സാമഗ്രികളും, ഇലക്ട്രോണിക് അതിൻ്റെ അകത്ത് ഉപകരണങ്ങളോ തയ്യലിന് വേണ്ട എല്ലാ മെഷീൻസുകളും എല്ലാ സജ്ജീകരണങ്ങളോടുമുള്ള റോഡ് സൈഡിൽ ഉള്ള ഒരു കടമുറി കണ്ടോ? നിങ്ങൾ കണ്ടോ? അപ്പൊ ദൈവത്തിന് നമുക്ക് വേണ്ടി നന്മ തുറക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനത്തിൽ നന്മയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെയും ഉണ്ട്. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൽ ബലപ്പെടുക. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ആദ്യത്തെ അന്യഭാഷാ പ്രാർത്ഥന ആരംഭിക്കുവാൻ നമുക്ക് ഈ മാസം നവംബർ മാസം 14-ാം തീയതിയാണ് നമുക്ക് അന്യഭാഷയിൽ സൗദിയിൽ അവിടെ കൂടുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നേരിട്ടല്ല, വെർച്വലി ആണ് മീറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഭവനത്തിൽ ആ സമയത്ത് ലൈവിലാണ് ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. ഉറപ്പായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അത് വലിയ പ്രവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുവരികയായിത്തീരും. അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയക്കും. സ്വർഗം നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മനിറവിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ കർത്താവിൽ ഉള്ള യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിശ്വാസികൾ എന്തുകൊണ്ട് വളരുന്നില്ല? വളർച്ച വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളർച്ച രക്ഷിക്കപ്പെട്ട് ഈ ഒരു കാലം മുതൽ യേശുവിനെ കർത്താവായി, ആ സഹോദരി പറഞ്ഞു കേട്ടില്ല, അവർ ഒരു എന്താ പറഞ്ഞത്, ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ആഗ്രഹത്തെ സഫലീകരിക്കണമെങ്കിൽ കാശ് വേണം, അതിനുള്ള ആൾബലം വേണം, സാമഗ്രികൾ വേണം. പക്ഷെ വചനം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നോക്കിക്കേ, ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം വചനമാണ്. ആ വചനം വെച്ചുകൊണ്ട് നോക്കിക്കേ, എല്ലാ നന്മകളെയും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു സ്ഥാപനത്തെ ആക്സസ് ചെയ്തെടുത്തു. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി.
ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മനിറവിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ഒരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 എടുത്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇത്. എത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇത് മാനുഷികമായിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന് എത്ര പാർട്ടായിട്ടാണ് ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഈ വചനം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നമ്മളിന്ന് പോകാൻ വേണ്ടി പോവാണ്. കർത്താവായ യേശു പറഞ്ഞ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ആദ്യം തന്നെ കർത്താവിലുള്ള ആത്മീക വർധനവിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ചെയ്യാം. നമുക്ക് അതിനായിട്ടൊരു വാക്യം എടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്നും, മത്തായിയുടെ സുവിശേഷം ഒരു നിമിഷം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യം മുതൽ നമുക്കൊന്ന് കേൾക്കാം. 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെ ഉപ്പാകുന്നു. നോക്കിക്കേ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നിനാൽ രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. അടുത്ത വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാകും. ശ്രദ്ധിച്ചോണേ. അപ്പൊ യേശുക്രിസ്തു ഇത് പറയുന്ന സമയത്ത് രക്ഷാപദ്ധതി വന്നിട്ടില്ല. പുനരുദ്ധാനത്തിന്റെ ശക്തി മനുഷ്യൻ പ്രാപിച്ചിട്ടില്ല. ലോകത്തിലേക്ക് യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ വെളിപ്പെട്ടിട്ടില്ല. ഇതിനു മുമ്പുള്ള സംസാരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിക്കോണേ, ഇന്ന് ഇച്ചിരി വിഷയം നീണ്ടുപോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നേരത്തെ നിങ്ങൾക്ക് ലെഫ്റ്റ് ആകേണ്ടവർക്ക് ലെഫ്റ്റ് ആകാം, പിന്നീട് നിങ്ങൾ എപ്പോഴേലും യൂട്യൂബിൽ കേട്ടാൽ മതി. ചിലപ്പോൾ നീണ്ടു പോകുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി ഭാഗങ്ങളായിട്ട് ഇതിനെ കേൾക്കും. പരിശുദ്ധാത്മാവ് എല്ലാം സഹായിക്കും. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലേക്ക് വന്നത് എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം എന്നെപ്പോലൊരു വ്യക്തി ഒരിക്കലും ക്രിസ്തുയേശുവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ സാധ്യത വളരെ 100% സാധ്യതയില്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ പിന്നിൽ ഒരു പാരമ്പര്യമില്ല, എൻ്റെ മുമ്പിൽ എൻ്റെ പറഞ്ഞത് അങ്ങനെയുള്ള ഗൈഡൻസുകളില്ല, ഉയർത്തിക്കൊണ്ടുവരുവാൻ വ്യക്തികളില്ല. പല ആൾക്കാരും പറയും, ബ്രദറെ ഞങ്ങളെ ഉയർത്തുവാൻ ആരുമില്ല. അതുപോലെ ഞാൻ നിങ്ങളെപ്പോലെ പറഞ്ഞൊരു വ്യക്തി ആരുമില്ല. അപ്പോൾ എന്നെപ്പോലൊരാൾ, ബൈബിൾ പറയുന്നു, ഒരു സാധ്യതയില്ല. എന്നാൽ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തമ്പുരാൻ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാവോ? എന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കുവാൻ വേണ്ടി. ആമേൻ. ലോകത്തിന്റെ വെളിച്ചം. നോക്കിക്കേ, നമ്മൾ ഓർക്കും യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയും, അയാൾ പ്രാർത്ഥനക്കാരുടെ കൂടെ പോയി, അല്ലെങ്കിൽ അയാൾ വിശ്വാസികളുടെ പുറകെ പോയി കുറെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ഇങ്ങനെ കേൾക്കേണ്ടവരല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതായത് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, റൈറ്റ് റൂട്ടിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെയാണ് ദൈവം വെളിച്ചമാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ വെളിച്ചം എന്ന് നമുക്കൊന്ന് നോക്കാം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളെ വാക്കുകൊണ്ട് നിങ്ങൾ, യു ആർ ദ ലൈറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പം ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ ഇതിനൊരു അർത്ഥമുണ്ട്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 18-ാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിച്ചു. നോക്കി, നിങ്ങളെ വാക്കുകൊണ്ടോ, നീ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി. ഇവിടെ നിങ്ങളെ വാക്കുകൊണ്ടോ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ ദീപത്തെ കത്തിച്ചു. നോക്കിക്കേ, നീ എൻ്റെ ദീപം, ആ വാക്ക് കണ്ടോ, എൻ്റെ ദീപത്തെ കത്തിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, എൻ്റെ അന്ധകാരമൊക്കെയും പ്രകാശം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ വാക്യം കേട്ടപ്പോൾ, നേരത്തെ കേട്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഈ വാക്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളുടെ ഐഡിയയിൽ എന്താ വന്നേക്കുന്നത്? നിങ്ങൾ കേട്ടുള്ളവർ പറയണ്ട, നേരത്തെ കേട്ടവർ. കേൾക്കാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എന്താ നിങ്ങളുടെ ഐഡിയയിൽ ഒന്ന് പറയാമോ? ഒന്നും ആരുമില്ലേ? കേട്ടവർ പറയണ്ട, ഇനി കേട്ടവരും ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്താ നിങ്ങളുടെ ഐഡിയയിൽ? ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്ക് നയിച്ചു. വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇന്ന് വന്നാൽ നോക്കിയേ, എന്താണ് ഈ ദീപം എന്ന് പറഞ്ഞാൽ? നോക്കിയേ, മനുഷ്യന്റെ സദൃശവാക്യത്തിൽ പറഞ്ഞ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം ആകുന്നു. നോക്കിയേ, അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ സദൃശവാക്യം 20-ാം വാക്യത്തിന്റെ
7 പറയുന്നു, മനുഷ്യന്റെ ആത്മാവാണ് യഹോവയുടെ ദീപം. അപ്പൊ സങ്കീർത്തനത്തിൽ പറയുന്നു, ഈ ദീപത്തെ കത്തിക്കും. നോക്കി, ഈ വാക്കുകൊണ്ട് യഹോവ എന്റെ ദീപത്തെ കത്തിച്ചു എന്നല്ല, കത്തിക്കും. അതിന്റെ അർത്ഥം എന്തുവാ? ഉൽപ്പത്തി പുസ്തകത്തിൽ പാപനിമിത്തം ദൈവത്തിന്റെ ദീപമായ മനുഷ്യന്റെ ആത്മാവ് കെട്ടുപോയി. അതുകൊണ്ടാണ് ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു, സകല മനുഷ്യരും പാപനിമിത്തം മരിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ആദം നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷം കഴിച്ച ഉടനെ അറ്റാക്ക് വന്ന് മരിച്ചോ? നിങ്ങൾ പറ. ഉടനെ നിലത്തോട്ട് പെട്ടെന്ന് വീണ് പുള്ളി മരിച്ചോ? ഇല്ല, പുള്ളി പിന്നെ ജീവിച്ചു. എനിക്ക് തോന്നുന്നു പിന്നെ ദീർഘായുസുകൊണ്ട് അദ്ദേഹം മറ്റാരെക്കാളും കൂടുതൽ അദ്ദേഹം ജീവിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? ആരത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിച്ചത്? അവിടെ മരിച്ചത് മറ്റാരുമല്ല, ഈ ദീപം കെട്ടുപോയി, ആത്മീയ മരണം സംഭവിച്ചു, മനുഷ്യന്റെ ആത്മാവ് കെട്ടുപോയി. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാഴ്ച നടത്തി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ സങ്കീർത്തനക്കാരന് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് കിട്ടി, നീ എന്റെ ദീപത്തെ കത്തിക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇപ്പോൾ എന്റെ ദീപം ഇരുട്ടിന്റെ അകത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്റെ വിളക്കാകുന്ന ആത്മാവ് ഇപ്പൊ ഇരുട്ടിന്റെ അകത്തിരിക്കുവാണ്. ഒരു ദിവസം ഇത് കത്തിക്കുവാൻ ഒരാൾ വരും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കണ്ടോ? അപ്പൊ എന്തിനാണ് ഈ ലോകത്തിലോട്ട് വെളിച്ചം വരുന്നത്? കെട്ടുപോയ വിളക്ക് കത്തിക്കാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഈ വാക്കാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്റെ ദീപത്തെ കത്തിക്കും. നോക്കിക്കേ, കത്തിച്ചു എന്നല്ല, കത്തിക്കും. എന്നിട്ട് പറയാം, അങ്ങനെ കത്തിച്ച് കഴിയുമ്പോൾ എന്റെ ദൈവമായ യഹോവ എന്റെ സകല അന്ധകാരത്തെയും പ്രകാശമാക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞെല്ലും. കണ്ടോ? കത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അടുത്ത വാക്യം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. പക്ഷെ ഒരു കാര്യം, കത്തണം. സദൃശവാക്യത്തിലെ വാക്കുകൊണ്ട് യഹോവയുടെ ആത്മാവ്, ഒരു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ആ വാക്ക് കണ്ടോ? ഇനി നിങ്ങൾ നേരെ മത്തായിലോട്ട് യേശു പറഞ്ഞ വാക്ക് കണ്ടോ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം, ഈ സമയത്ത് വെളിച്ചം കത്തിയിട്ടില്ല. കാരണം വെളിച്ചം കത്തണമെങ്കിൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ദീപം കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു കത്തിക്കണം. അതുകൊണ്ട് കർത്താവ് പറയണം, മലമേലിരിക്കുന്ന പട്ടണം ഇനി മറഞ്ഞിരിക്കാൻ പാടില്ല. കണ്ടോ? ഇനി നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ചിട്ട് ആരും പറയും കീഴിലും തണ്ടിന്മേലെ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാകും. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം, ഈ വാക്ക് കണ്ടോ? നിങ്ങളുടെ വെളിച്ചം, അതായത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ദീപം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പൊ വിളക്ക് കത്തിയാൽ മാത്രം പോരാ, നിങ്ങളുടെ വിളക്ക് എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം. നിങ്ങളുടെ വെളിച്ചം എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഇങ്ങനെ പ്രകാശിക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും അതിരുകൾ, ഇപ്പൊ നോക്കിക്കേ, ബൈബിളിൽ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി വരും, അല്ലേ? നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് ഇപ്പോഴും കോട്ടയത്തും കണ്ണൂരും തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും മാത്രം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണോ? എന്തുകൊണ്ടാണ് യെരൂശലേമിലും യഹൂദിയിലും ശമരിയുടെ അറ്റത്തോളം, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാൻ പറ്റാത്തതിന്റെ കാരണം, ഈ വെളിച്ചം ഉണ്ടെങ്കിലും വെളിച്ചം പ്രകാശിക്കുന്നില്ല. നോക്കിക്കേ, വെളിച്ചം പ്രകാശിക്കാത്തത് കൊണ്ട് എന്നാ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്? നമ്മൾ ഇട്ടാവട്ടത്തുകളില്ല, ലൈറ്റ് സോ ഷൈൻ എന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം. നോക്കിക്കേ, അപ്പൊ ഈ ലൈറ്റ് എന്ത് ചെയ്യണം? ഷൈൻ ചെയ്യണം. അപ്പൊ ഈ ലൈറ്റ് ഷൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് സങ്കീർത്തനക്കാരൻ, എന്റെ അന്ധകാരമൊക്കെയും. അപ്പൊ അന്ധകാരത്തിന്റെ അധിപതികളുടെ അടുക്കൽ പോയിട്ട് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ സകല ബന്ധനകാരണമായ വിഷയങ്ങൾക്കകത്തു നിങ്ങൾക്ക് വിടിവിക്കാൻ പറ്റും. ഇനി നോക്കിക്കോണം, ഇനി നമ്മൾ ആ വാക്യത്തിലേക്ക് വരാവേ. ഞാനിതാ പറഞ്ഞത്, ഈ സബ്ജക്റ്റ് ഞാനിത് എത്രത്തോളം പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. ഞാനിത് എവിടെ തുടങ്ങണം, എങ്ങനെ പോകണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ലായിരുന്നു. കർത്താവ് എല്ലാം നിയന്ത്രിക്കണം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാകാനും അത് പറയുവാനുമുള്ള അമിത കൃപ കർത്താവ് തരും. ആമേൻ. നോക്കിക്കേ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം, യേശു പറഞ്ഞു നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പൊ നമ്മുടെ ആത്മാവ്,
നമ്മുടെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, യേശു അടുത്ത് എന്നിട്ട് ഭൂമിയിലെ സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ഭൂമിയിലെ സകല അധികാരങ്ങളും യേശു പറയും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, നോക്കിക്കേ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൽപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. നോക്കിക്കേ, ശിഷ്യരാക്കണം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു തിമോത്തിയോസിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ ഒരു വാക്ക് പറഞ്ഞില്ല. 2 തിമോത്തിയോസിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്നിൽ എൻ്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം, സ്റ്റീറപ്പ് ചെയ്യണം. അതിൻ്റെ അർത്ഥം അതിനെ നീ എന്ത് ചെയ്യണം? കൂടുതൽ വർദ്ധിപ്പിക്കണം. അപ്പൊ എപ്പോഴും ഓർത്തോണം, എന്തിനാണ് ബൈബിളിൽ പലയിടങ്ങളിലും ഇത് വർദ്ധിപ്പിക്കണമെന്നും പ്രകാശത്തെ ഷൈൻ ചെയ്യിപ്പിക്കണമെന്നും ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മളെപ്പോഴും നോക്കിയത് ബൈബിളിൻ്റെ അകത്ത് നോക്കി ഈ വാക്കുകൊണ്ടോ. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. ജ്വലിപ്പിക്കണം. എന്തിനാ ജ്വലിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന ഈ ആത്മാവ് കൂടുതൽ പ്രകാശിക്കണം. നമുക്കറിയാം, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, മോശ 40 രാവും 40 ദിവസം പകലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം മോശയുടെ മുഖം ഭയങ്കര പ്രകാശമാണ്, തേജസ് കൊണ്ട്. അവർ പറയും, ഒരു തുണി എടുത്ത് മോശ നിന്റെ മുഖത്തേക്ക് ഒരു മൂടുപടം എടുത്തിട്ട് ഞങ്ങൾക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. കാര്യം മോശയുടെ മുഖം അങ്ങോട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുക, ഭയങ്കര പ്രകാശം. അതിന്റെ കാരണം ഈ 40 ദിവസം മോശ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴേക്കും ദൈവത്തിൽ നിന്നൊരു പകർച്ചയുണ്ടായി. ആ പകർച്ച മോശയ്ക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ മോശ ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് മനസ്സിലായി. കണ്ടോ, മോശ അങ്ങോട്ട് പ്രകാശിക്കുക. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു? പിന്നെ ആരും മോശയുടെ മുഖത്ത് നോക്കാതിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പിന്നെയും പഴയ പോലെ മോശയുടെ വർത്തമാനം പറയാൻ വേണ്ടി വരിക. അവർക്ക് ഇപ്പൊ കുഴപ്പമില്ല. കാര്യം എന്ത് ചെയ്തു? ആ വന്ന വെട്ടം പയ്യെ എന്ത് ചെയ്തു? കുറഞ്ഞുപോയി. അപ്പോൾ ഓർത്തെ, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് കൂടുതൽ പ്രകാശിക്കണം. അതിനാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. അപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ? ഈ സ്നാനപ്പെട്ട് രക്ഷയിലേക്ക്. നിങ്ങൾ നോക്കിയാൽ മതി, നോർത്ത് ഇന്ത്യ പോലെയുള്ള, നോർത്ത് ഇന്ത്യ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ലോകം മുഴുവൻ ഇപ്പം വലിയ പ്രശ്നമാണ്. യേശുവിൻ്റെ സുവിശേഷം അറിയുന്ന വ്യക്തി പെരയ്ക്കകത്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഒളിച്ചും പാത്തും സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ഒരിക്കലും നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാട്ടുകാർ അറിഞ്ഞിരിക്കും. നിങ്ങളുടെ ഒച്ച കൂടുതലുള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ അകത്ത് ഈ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും അറിയാതെ ഒന്ന് സ്നാനപ്പെട്ട് നോക്കി. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, 3 മാസത്തിനുള്ളിൽ നിങ്ങളെ പുറത്ത് വന്നിരിക്കും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് വെളിച്ചം വന്നാൽ, അല്ല നിങ്ങൾ ഒരിക്കലും വചനം കേൾക്കരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തി വചനം കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ യേശുവിൻ്റെ കൂടുതൽ അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് കൂടുതൽ പ്രകാശിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾക്ക് നിങ്ങളുടെ ഇറിറ്റേഷൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് മൊത്തം വൈരാഗ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ ചെന്നാൽ, മരണ വീട്ടിൽ ചെന്നാൽ, എവിടെ ചെന്നാലും പിന്നെ നമ്മളെ ചാർജ് ചെയ്ത്. കാര്യം അറിയോ? അവൻ്റെ അകത്തിരിക്കുന്ന അന്ധകാര ശക്തിക്ക് നിങ്ങളുടെ അകത്തിരിക്കുന്ന വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ചൂടടിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടല്ലേ. ഇവിടെ നമുക്കറിയാം, യേശു ഇത് പറയുന്ന സമയത്ത് വെളിച്ചം എന്ന് പറഞ്ഞ സമയത്ത് അന്നത്തെ കാലത്തെ വെളിച്ചം എന്ന് പറഞ്ഞ ട്യൂബ് ലൈറ്റ് അല്ല, 0 ബൾബ് ഒന്നുമല്ല. പിന്നെ എന്തുവാണ്? അന്നത്തെ കാലത്തെ വെളിച്ചമെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവനും തീക്കനലുകളാണ്. തീ കൂട്ടി അവരെന്ത് ചെയ്യുന്നു? കത്തിക്കുന്നു. തീക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് അടുത്ത് ചെന്നാൽ പൊള്ളും. ഇതടുത്ത് ചെന്നാൽ ഇങ്ങനെ പൊള്ളുന്നതാണ്. നിങ്ങളുടെ അകത്ത് വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങിയാൽ അന്ധകാര ശക്തികൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ടെന്ന്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ മറ്റ് വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതല്ല, അവർക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന നിങ്ങൾ ചെല്ലുമ്പോൾ. നിങ്ങൾ പറയും, എന്ത് കൂത്താണ്, ഞാനൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞുമില്ല, ചുമ്മാ അങ്ങ് വൈരാഗ്യം എന്നോട്. പ്രിയരെ, നിങ്ങളുടെ അകത്ത് വെളിച്ചം ഷൈൻ ചെയ്യാൻ തുടങ്ങിയാൽ പിശാചുക്കൾ ഉള്ളവർക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ല. ആമേൻ. അപ്പൊ നിങ്ങൾ കൂടുതൽ ജ്വലിച്ചു പ്രകാശിക്കണം. യോഹന്നാനെ പറ്റി പറഞ്ഞ വാക്കുണ്ട്, യോഹന്നാൻ ഒരു വെളിച്ചമായിരുന്നു. അവൻ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു പറഞ്ഞു യോഹന്നാനെ പറ്റി. ഇനി കേട്ടോണം,
രക്ഷിക്കപ്പെട്ട വിശ്വാസി, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ധ്യാനിക്കുക, കർത്താവേ, ആത്മനിറവിലേക്ക് എങ്ങനെ നമുക്ക് കയറി വരാൻ പറ്റും? ഇനി ശ്രദ്ധിച്ചോണം, രക്ഷിക്കപ്പെട്ട യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തികൾ, നിങ്ങളിലൂടെ ദൈവപ്രവർത്തികൾ നടക്കുന്നില്ല എങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എന്നിലൂടെ ദൈവപ്രവർത്തികൾ നടക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറ. എന്നിൽ കൂടെ ദൈവപ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു കാരണം ബൈബിൾ പറയുന്നു, എൻ്റെ അകത്തിരിക്കുന്നത് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്ന അത്ഭുത മന്ത്രി എൻ്റെ അകത്തിരുന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ അത്ഭുതങ്ങളിൽ തന്നെയാണ് കാര്യമെന്ന് പറ. അത്ഭുതങ്ങളിൽ തന്നെയാണ് കാര്യമെന്ന് പറ. എപ്പോഴും അത്ഭുതങ്ങളെ ചെറുതായി കാണരുതേ. കാര്യം അത്ഭുത മന്ത്രി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ അത്ഭുത മന്ത്രി നിങ്ങളുടെ അകത്തുണ്ട്. അത്ഭുത മന്ത്രി വീരനാം ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ഇത്രയും വലിയ അത്ഭുത മന്ത്രി മൈറ്റി ഗോഡ് എൽ ഷദായ് ഇരിക്കുന്ന നിങ്ങളുടെ അകത്ത് ഒരത്ഭുതം ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ശ്രദ്ധിച്ചോണം. ഇനി നോക്കിക്കോണം, നമ്മൾ പലപ്പോഴും നമ്മൾ ഷൈൻ ചെയ്യണം. നോക്കിക്കോണം, നിങ്ങളുടെ ലൈറ്റ്, ദ ലൈറ്റ് സോ ഷൈൻ എന്നാ പറയുന്നത്. നിങ്ങളുടെ ലൈറ്റ് എന്ത് ചെയ്യണം? ഷൈൻ ചെയ്യണം, പ്രകാശിക്കണം. ഇനി നോക്കിക്കോണം, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. നോക്കിക്കേ, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. ഇനി കത്തിച്ചു കഴിഞ്ഞാൽ തിമോത്തിയോസിന്റെ ലേഖനം പറയുന്നു, ഈ കത്തിച്ചതിനെ ആര് ജ്വലിപ്പിക്കണം? നോക്കി, തിമോത്തിയോസിന്റെ ഈ 2-ാമത്തെ അധ്യായ പ്രകാരം, 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യ പ്രകാരം യഹോവ കത്തിച്ചതിനെ ആര് ജ്വലിപ്പിക്കണം? നമ്മൾ ജ്വലിപ്പിക്കണം. നോക്കിക്കേ, പൗലോസ് ആ പദം ഉപയോഗിക്കുന്നുണ്ടോ? അതായത് എന്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കുവാൻ നിന്നെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തെ ഓർമ്മപ്പെടുത്തുവല്ല, നിന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നിന്റെ ഡ്യൂട്ടി ആയിട്ട് ദൈവം അതിനെ കത്തിച്ചുവെങ്കിലും അതിനെ ജ്വലിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി എന്റെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ അന്ധകാരത്തെയൊക്കെ പ്രകാശമാക്കി. ഇനി പ്രകാശം എത്രത്തോളം വൈഡ് ആകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. യെരൂശലേമിൽ ഒതുങ്ങത്തില്ല, ശമരിയയിൽ ഒതുങ്ങത്തില്ല, യഹൂദിയിൽ തീരത്തില്ല, ഭൂമിയുടെ അറ്റത്തോളം. യേശു പറഞ്ഞ വാക്ക് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പൊ ലോകക്കാർക്ക് ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു സാധാരണക്കാരനല്ല. ഞാൻ ഇനി കേട്ടോണേ, ഇനി ഇവിടെ മുതൽ ഞാൻ വരുവാണ്. മത്തായിയുടെ സുവിശേഷം നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കണം. ശിഷ്യന്മാർ, കണ്ടോ? അപ്പൊ നിങ്ങൾ വിശ്വാസികളല്ല, ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ, ഞാൻ ഈ പദത്തിലേക്ക് ഒന്ന് വരാവേ. അപ്പൊ രക്ഷിക്കപ്പെട്ട വിശ്വാസി ദൈവത്തിന്റെ ശിഷ്യനാണ്, യേശുവിന്റെ ശിഷ്യന്മാരാണ്. ഇനി ആരാണ് യേശുവിന്റെ ശിഷ്യന്മാർ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ പോവുക, ഞാൻ പോകേണ്ട പട്ടണങ്ങളിലേക്ക്. ലൂക്കോസ് 19 പറയുന്നു, ഞാൻ പോകേണ്ട പട്ടണങ്ങളിലേക്ക് നിങ്ങളെ അയക്കുവാണ്. യേശുവിന്റെ പകരക്കാരായി പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശിഷ്യന്മാര്. അങ്ങനെയെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. സകല പട്ടണങ്ങളിലേക്കും പോയി പ്രകാശിക്കുവാൻ യേശു തെരഞ്ഞെടുത്ത വെളിച്ചമാണ് നിങ്ങൾ. ലോകത്തിന്റെ ലൈറ്റാണ് നിങ്ങൾ. നിങ്ങളാണ് യേശുവിന്റെ പകരക്കാർ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? നിങ്ങളിപ്പോൾ എല്ലാ ഞായറാഴ്ച സഭയിൽ വരുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, കഞ്ഞി വെക്കുന്നു, കറി വെക്കുന്നു, കുഞ്ഞുങ്ങളുടെ വിഷയം, വീട്ടിലെ വിഷയം, ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ജീവന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. പുറത്തു വരണ്ടേ? ലോകത്തിന് വെളിച്ചമല്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണ് ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും ബ്രദറെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു തരാം. ആമേൻ. ആ വാക്യം ഞാൻ ഇന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചോണേ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യം, എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ആ ഭൂതം വിട്ടുപോയില്ല? ഉടനെ യേശുവിൻ്റെ മറുപടി, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണെന്നല്ല. പെട്ടെന്ന് യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അപ്പം ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സംശയം. അപ്പം നമുക്കും പല സംശയം. നമ്മൾ ഇന്നാളെ ഞാൻ ഉപവാസത്തെ പറ്റി എടുത്ത സമയത്ത് പല ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി. ഒത്തിരി പേര് ചിന്തിച്ചത് ഞാൻ ഉപവാസം വേണ്ട എന്നല്ല പറഞ്ഞേക്കുന്നത്. എന്താണ് ഉപവാസം?
നിങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കുറച്ച് ഈ 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ഉപവാസം മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവർ റെട്ടിലും വെണ്ണീരിലും ഇരുന്ന് യഹോവയുടെ സന്നിധിയിൽ ഉപവസിച്ചു. അവിടെ മുഴുവൻ പഴയ നിയമത്തിൽ ഉപവാസം മുഴുവൻ നോക്കിയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിനും ദൈവത്തിൻ്റെ കണ്ണ് അഥവാ ദൃഷ്ടി അവരുടെ ഹൃദയത്തിൽ അവരിലേക്ക് തിരിയേണ്ടതിനും അവർ ഏതൊക്കെ പ്രതിസന്ധിയിലായിരുന്നു ഇങ്ങനെ അതിനു വേണ്ടിയാണ് അവർ ഉപവസിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ എല്ലാ ഉപവാസങ്ങളും 3/4 അല്ലെങ്കിൽ 99% ഉപവാസങ്ങളും അവർ ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക, ദൈവത്തിൻ്റെ സൃഷ്ടി ഇവരിലേക്ക് തിരിക്കുക, ദൈവസന്നിധിയിൽ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപവസിച്ചു. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉപവാസം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല. ശ്രദ്ധിച്ചോണേ, പുതിയ നിയമത്തിൽ ഉപവാസം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഉപവസിക്കുന്നതല്ല ഉപവാസം. അതെന്നെ ബ്രദറെ അങ്ങനെ പറയാൻ കാര്യം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുക. എൻ്റെ അർത്ഥം യേശുവിനെ കിട്ടിയാൽ പിന്നെ സ്വർഗം കിട്ടാതിരിക്കുവോ? യേശുവിനെ കിട്ടിയാൽ പിന്നെ ക്യാൻസർ തരാതിരിക്കുവോ? യേശുവിനെ തന്ന ദൈവത്തിന് നിങ്ങൾക്കൊരു അത്ഭുതം തരാതിരിക്കുവോ? യേശുവിനെ തരാൻ ദൈവത്തിന് മടിയില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്താണ് തരാൻ മടി? അപ്പം നമ്മൾ അങ്ങനെയല്ല. പലപ്പോഴും ഒരു മൊബൈൽ ഫോൺ മേടിച്ചിട്ട് നിങ്ങൾ പറയുക, ഓ എൻ്റെ ബ്രദറെ ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് വാട്സാപ്പ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നാ ഉപകാരമായിരുന്നു. എൻ്റെ പ്രിയരെ, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ആമേൻ. അപ്പം യേശു ക്രിസ്തുവിനെ നോക്കിക്കേ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഈ വാക്യം എടുത്തിട്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരരുത്. നോക്കിക്കേ, റോമർ 8:32 സ്വന്തം പുത്രനെ ആദരിക്കാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? യേശുവിനെ തന്നോ? കിട്ടി. യേശുവിനെ കിട്ടിയെങ്കിൽ യേശുവിനേക്കാൾ വലുത് ലോകത്തിൽ ഒന്നുമില്ല. യേശുവിനേക്കാൾ വലുതായിട്ട് എന്താ ഉള്ളത്? ഈ യേശുവിനെ സ്വന്തം പുത്രൻ നമുക്ക് തന്നെങ്കിൽ പിന്നെ തമ്പുരാൻ എന്നാ മടി തരാൻ? ഒരു മടിയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇനി വല്ലതും കിട്ടാനുണ്ടോ? പറ, ഇനി വല്ലതും കിട്ടാനുണ്ടോ? ഇനി വല്ലതും കിട്ടാനുണ്ടോ നമുക്ക്? യേശു ഓക്കെ, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നവൻ സകലതും നമുക്ക് നൽകാതിരിക്കും. സകലതും നൽകാതിരിക്കുമോ? ഇനി യേശുവിനെ തന്നെങ്കിൽ ബാക്കി തരാതിരിക്കുമോ? അതിൻ്റെ അർത്ഥം കിട്ടി നമുക്ക്. യേശുവിൻ്റെ കൂടെ എല്ലാം വന്നു. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ കാണാത്തത്? അടുത്ത ചോദ്യം. 2, അങ്ങനെയാണെങ്കിൽ ബ്രദറെ, പുതിയ നിയമത്തിൽ യേശു ഉപവസിച്ചു, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ ഉപവസിച്ചു. അപ്പൊ ഈ ഉപവാസം ഏത് ഉപവാസമാണ്? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേർ കൺഫ്യൂഷൻ ഉണ്ടായി, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലർക്കും നേരിട്ട് വയ്ക്കാൻ പറ്റാത്തവരുണ്ട്, അല്ലാതെ മെസ്സേജ് അയച്ചവരുണ്ട്. ശ്രദ്ധിച്ച് ഇവിടെ മത്തായിയുടെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. യേശു ക്രിസ്തു ഉപവാസത്തെ പറ്റി പറയുന്ന ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്. നോക്കിക്കേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവ് പ്രാർത്ഥിക്കുക. രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. അപ്പൊ രഹസ്യത്തിലുള്ള പിതാവ് അറയിൽ കടന്ന് വാതിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഉപവാസത്തെ പറ്റി പറഞ്ഞോണ്ടല്ലേ, നീയോ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കണം. ഹല്ലേലൂയ. അപ്പൊ രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം തരും. അപ്പൊ ഇവിടെ രഹസ്യ പ്രാർത്ഥന, രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നോക്കി 16-ാം വാക്യം, നീയോ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരിവാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോ എന്ന് ഞാൻ പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നോക്കിക്കേ. അപ്പൊ പുതിയ നിയമത്തിൽ ചോദ്യം, ബ്രദറെ, പഴയ നിയമത്തിൽ ഞാൻ കണ്ടത് മുഴുവനും അവർ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഉപവസിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ നീയോ ഉപവസിക്കും, വ്യത്യാസം കണ്ടോ? നീയോ ഒരു വാക്ക് കണ്ടോ? ഉപവസിക്കുമ്പോൾ മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി രഹസ്യത്തിന്റെ പിതാവ് കാണുന്നതിന് പ്രതിഫലം കിട്ടും. അപ്പൊ രഹസ്യത്തിൽ ഉപവസിക്കണം. ഉപവാസത്തെ കുറിച്ച് നോക്കി, രഹസ്യം എന്ന് പറഞ്ഞാൽ പിതാവ്. ഇവിടെ വാക്കുണ്ടോ? പഴയ നിയമത്തിൽ യഹോവയുടെ സന്നിധിയിൽ അവർ ഉപവസിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്നു. 2 വ്യത്യാസം കണ്ടോ? പഴയ നിയമത്തിൽ യഹോവയുടെ സന്നിധിയിൽ അവർ റെട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ചു. പുതിയ നിയമത്തിൽ പിതാവ്. വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമേ. യഹോവ പിതാവ്. പഴയ നിയമത്തിൽ യഹോവയുടെ സന്നിധിയിൽ ഇരുന്നവര് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം എന്നൊരു അഡ്രസ്സിലേക്ക് മാറും. അപ്പൊ വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. അപ്പന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മക്കളാണ്
പുതിയ നിയമത്തിൽ ഉപവസിക്കുന്നത്. ഇനി നോക്കിക്കേ, അപ്പൊ ഉപവസിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഉപവസിക്കുക, നമ്മൾ പലപ്പോഴും ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കാറുണ്ട്. എന്തിന് ഉപവസിക്കുന്നു? യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭൂതം വിട്ടുപോകാനും അവിശ്വാസം വിട്ടുപോകാനും ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു അവിശ്വാസവും കോട്ട. യഥാർത്ഥത്തിൽ ആ വാക്ക് ഞാൻ പറഞ്ഞു തരാം. അവിശ്വാസവും കോട്ടമുള്ള തലമുറ എന്ന് പറയാൻ കാരണം ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ മറുതലിക്കുന്ന, അവരിപ്പോഴും സംശയിക്കുന്ന, അടയാളം അന്വേഷിക്കുന്ന ആ ഒരു ജനറേഷനെയാണ് യേശു അഡ്രസ് ചെയ്യുന്നത്, അല്ലാതെ അവിശ്വാസികളെ അല്ല. ശിഷ്യന്മാരകത്ത് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു. അവർ യഹൂദന്മാരുടെ മൈൻഡ് സെറ്റപ്പിൽ നടക്കുക. ഞങ്ങളിൽ ആരാണ് വലിയവൻ? ശമരിയെ ചെന്നപ്പോഴേക്ക് അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്, തീ ഇറക്കി ഇവരെ നശിപ്പിക്കണം. അവർ ഉള്ളിൽ എപ്പോഴും യഹൂദ മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ എന്ന വാക്കുണ്ടോ? തലമുറ. ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇനി ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പോകത്തില്ല. അപ്പൊ എന്താണ് ഉപവാസം? എന്താണ് പ്രാർത്ഥന? നീയോ ഉപവസിക്കുമ്പോൾ മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനെ വണങ്ങണം. ഇനി യേശുവിന്റെ ഉപവാസം നമുക്ക്, അപ്പൊ യേശു ഇപ്പൊ ആരാണ്? യഹോവയുടെ ഒരു സന്നിധിയിൽ ഉപവസിക്കുന്ന ദാസനല്ല, പകരം പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന പുത്രനാണ്. ഇനി പുത്രനായ യേശുവിന്റെ ഉപവാസം നോക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ 4-ാം അധ്യായത്തിലേക്കാണ്. തരം പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 രാവും 40 പകലും ഉപവസിച്ചു. അതിനുശേഷം വിശന്നു. നോക്കിക്കേ, നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്? നമ്മൾ വിശപ്പ് അടക്കി പിടിച്ചുകൊണ്ട് ഉപവസിക്കുമ്പോൾ യേശുവിന് ഉപവാസം കഴിഞ്ഞപ്പോൾ വിശന്നു. നമുക്കറിയാം, ഉപവാസത്തിന്റെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഏതെന്നറിയാം? ആർക്കെങ്കിലും അറിയാം? ഉപവാസത്തിന്റെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പറയാൻ പറ്റുമോ? ഏറ്റവും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു, ഉപവാസം ബോറിംഗ് ആയിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ആർക്കെങ്കിലും അറിയാവോ? വിശക്കുമ്പം. എന്നാ നമ്മൾ പാട്ടൊക്കെ പാടി ബൈബിളും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ വയറങ്ങോട്ട് കത്തുമ്പോൾ തീർന്നല്ല പരിപാടി. പിന്നെ അങ്ങോട്ട് വെപ്രാളമാണ്, പരവേശമാണ്. എങ്ങനെയും ഒന്ന് തീർന്നാ മതി. പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പലരുടെയും മുഖം കണ്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ഉപവാസം. ഇവിടെ യേശു ഉപവസിക്കുന്നത് കണ്ടോ? 40 രാവും 40 പകലും യേശു ഉപവസിച്ചു. അതിനുശേഷം, ഉപവാസത്തിന് ശേഷം വിശന്നു. നമുക്ക് ഉപവസിക്കുമ്പോൾ വിശക്കുന്നു, യേശുവിന് ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ഇവിടെ വ്യത്യാസം? ഞാൻ പറഞ്ഞു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഉപവസിക്കാൻ. അതെന്നാ ബ്രദറെ അങ്ങനെ പറയുന്നത്? ഉപവാസം എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തോടല്ല നിങ്ങൾ ഉപവസിക്കുന്നത്, പകരം നിങ്ങളുടെ ആത്മാവിനുമായിട്ടുള്ള കണക്ഷനാണ് ഉപവാസം. അപ്പം ഞാനിത് എന്തായിരിക്കാം ഉപവസിക്കുമ്പോൾ നിങ്ങൾ കഴിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഉപവസിക്കുമ്പോൾ നമ്മൾ എന്താ കഴിക്കേണ്ടത് ഒന്ന് പറയാൻ പറ്റുമോ? ആമേൻ. ഒരു വ്യക്തി ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്ത് കഴിക്കണം? വചനം ഭക്ഷിക്കണം. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പഴയ നിയമത്തിൽ ഉപവാസം നമുക്കൊന്ന് പഠിക്കാം. പഴയ നിയമത്തിൽ ഉപവാസം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, എല്ലാ ഇടങ്ങളിലും അവർ ഉപവസിക്കാനിരിക്കുമ്പോൾ നമ്മളെപ്പോലെ വാട്സാപ്പിൽ ആരും മെസ്സേജ് അയക്കുന്നു, ആരാണ് അവിടെ ഇരിക്കുന്നത്, ആരാണ് ഇങ്ങോട്ട് പോകുന്നത്, അടുക്കളയിൽ എന്താ ഇരിക്കുന്നത്, ഇതൊന്നും നോക്കത്തില്ല. അവർ ഉപവസിക്കുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് പിന്നെ ഒരു കഞ്ഞിയും വെക്കത്തില്ല, കറിയും വെക്കത്തില്ല, ഒരു പരിപാടിക്കും പോകത്തില്ല, ഒരു കറി വെക്കാൻ മേടിക്കാൻ പോകത്തില്ല, പലചരക്കടയിൽ പോകത്തില്ല, കല്യാണത്തിന് പോകത്തില്ല, വീട് വിട്ട് ഇറങ്ങത്തില്ല. ഒന്നെങ്കിൽ ആലയത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത്. നിങ്ങൾക്കറിയാവോ, ദൈവത്തിന്റെ സകല കൽപ്പനകളെയും ഉരുവിട്ടുകൊണ്ടിരിക്കും അവർ. എന്തു പാടാന്നറിയാവോ? ഈ 1300 കൽപ്പനകളും എല്ലാം ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു വാക്യം പറയുമ്പോൾ തന്നെ നമ്മൾ മടുക്കുക. ഇവരിങ്ങനെ വചനം നിരന്തരം ദൈവസന്നിധിയിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? ഞാൻ പഴയ നിയമത്തിൽ ഉപവാസമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഉപവസിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നു, ഉപവാസം ഇരിക്കുന്നു, അടുക്കളയിലോട്ട് പോകുന്നു, മൊബൈൽ ഫോൺ നോക്കുന്നു. നമ്മൾ പിന്നെ ചിലർ ജോലിക്കിടയ്ക്ക് ഉപവസിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ കഴിവതും അങ്ങനെ ചെയ്യരുതേ. അയ്യോ ബ്രദറെ, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ബ്രദറെ, ജോലിക്ക് ഉപവസിക്കാൻ. ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം.
ആഹാരത്തെ മറന്നു പോകുന്ന രീതിയിൽ, അതായത് ലോകത്തിൻ്റെ ആഹാരത്തെ വെടിഞ്ഞ് വചനമാകുന്ന ആത്മാവിൻ്റെ ആഹാരം ഭക്ഷിക്കും തോറും നിങ്ങളുടെ അകത്തെ വെളിച്ചം പ്രകാശമാകാൻ തുടങ്ങും. നോക്കിക്കേ, നിങ്ങളുടെ അകത്ത മനുഷ്യനെ പ്രകാശിപ്പിച്ചാൽ, നോക്കിക്കേ, അകത്ത മനുഷ്യനെ പ്രകാശിച്ചാൽ മനുഷ്യൻ നിങ്ങളുടെ പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുമെന്ന് യേശു പറഞ്ഞു. കണ്ടോ? ആമേൻ. അപ്പൊ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത്, ഞാൻ വീണ്ടും പറയുന്നേ, ഇപ്പൊ നിങ്ങൾ രാവിലെ വന്ന് ഇരിക്കുക ദൈവസന്നിധിയിൽ, ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുക. ഞാൻ പഴയ നിയമത്തിൽ ഉപവാസം വന്നിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പോകണം. ശ്രദ്ധിച്ചോണ്, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പോവാണേ. പഴയ നിയമത്തിലൊരു വ്യക്തി റെട്ടിലും വെണ്ണീറിലും ഇരിക്കും. അതായത് നല്ല വസ്ത്രമൊക്കെ മാറ്റി നിർത്തി അവരെന്ത് ചെയ്തും നമുക്ക് റെട്ടിലും വെണ്ണീറിലും ഒക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന ഉടനെ അവർ ദൈവവചനം മൊത്തം എടുക്കും. ദൈവവചനം എടുത്തിട്ട് മൊബൈൽ ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കും. എത്ര എമർജൻസി കോളാണ് എടുക്കത്തില്ല. ആ കോളിംഗ് ബെല്ലൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് രാവിലെ മുതൽ എത്ര നേരമാണോ ഇരിക്കുന്നത് ആ സമയം മുതൽ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കിക്കേ, വചനം പറയുക. ഇനി പാട്ടൊക്കെ പാടണ പാട്ട് പാടാം. ആ വചനം ഉരുവിട്ട്, എന്തിനാ വചനം പറയുന്നറിയാവോ? കാര്യം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആഹാരം എന്ന് പറയുന്നത് ലോകത്തിൽ ഉള്ള കണക്ഷനാണ് ആഹാരം. യേശു പറഞ്ഞു, എന്തുണ്ണും എന്തുടുക്കുമെന്ന് നീ വിചാരപ്പെടണം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരം അതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആഹാരം കഴിക്കാതിരുന്ന നമ്മുടെ എല്ലാ താളവും തെറ്റും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ 1 കോടി രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. ബെൻസ് കാറ് 4 വീട്ടിലുണ്ട്. 3-4-5 കൊട്ടാരം നിങ്ങൾക്കുണ്ട്. ശ്രദ്ധിച്ചോണേ. വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഓണാക്കാൻ പറഞ്ഞിട്ട് മിക്ക ആൾക്കാരും എന്ത് ചെയ്തിട്ടില്ല, ഓണാക്കിയിട്ടില്ല, മറന്നുപോയ. പിന്നെയും ശ്രദ്ധിച്ചു നോക്കിയേ, ഇതെല്ലാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നിരിക്കട്ടെ, ഇതെല്ലാം കിടപ്പുണ്ട്. പക്ഷെ കഴിക്കാൻ ആഹാരമില്ലെങ്കിൽ എല്ലാ താളവും തെറ്റുവോ ഇല്ലയോ? പറ ബ്രദറെ, എൻ്റെ അക്കൗണ്ടിൽ കോടികളുണ്ട്, പക്ഷെ 10 ദിവസമായിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ താളം തെറ്റും, കുടുംബത്തിൻ്റെ താളം തെറ്റും, സമാധാനം തെറ്റും, എല്ലാ പരിപാടിയും തെറ്റും. നിങ്ങൾ ക്ഷീണിച്ച് അവശരായി 1 കോടി രൂപ ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും അവിടെ കിടക്കും. 3 ബെൻസുകാരുണ്ടെങ്കിലും അവിടെ കിടക്കും. 4 വീടുണ്ടെങ്കിലും ചലിക്കാൻ പറ്റത്തില്ല. ആഹാരം എന്നുള്ളത് ലോകത്തിൽ എന്നെ നടത്തുവാൻ വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ടാണ് യേശു ക്ഷീണിച്ചപ്പോൾ തന്നെ ചാടി പിശാച് ഉടനെ എന്ത് ചെയ്തില്ല, നീ അപ്പം എടുത്ത് കഴിക്കാൻ പറഞ്ഞു. കല്ലിനോട് അപ്പം വാങ്ങൽ. അവന് മനസ്സിലായി ഇവിടെ യേശു വീഴും. കാര്യം ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അപ്പം വേണം. ആഹാരമില്ലെങ്കിൽ എന്നാ കോടികളുണ്ടെങ്കിലും അവൻ ഇവിടെ കെട്ടുപോകും. അവൻ ഇവിടുത്തെ ചലിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ആഹാരം വെടിയുന്ന ടൈമിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യാൻ തുടങ്ങും? ടെൻഡൻസികൾ ഉണ്ടാകും. ശരീരത്തിന് അവിടെ നിൽക്കക്കളിയില്ല. ശരീരം ടയേർഡാകും. ശരീരത്തിന് പിന്നെ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തണം. അങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ ആത്മാവിന് ആഹാരം വേണം. ആത്മാവ് ഭക്ഷിച്ച് ബലപ്പെട്ടാൽ ബോഡിയിലേക്ക് റിഫ്ലക്ഷൻ ഉണ്ടാകും. നോക്കിക്കേ, ഇതുകൊണ്ടാണ് 40 രാവും 40 പകലും മോശ ദൈവസന്നിധിയിലേക്ക് ഇരുന്നിട്ട് താഴേക്ക് വന്നപ്പോൾ നാട്ടുകാരവിടെ നിൽക്കുന്ന പിള്ളേർ പറയുക, മോശേ, ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ പറ്റുന്നില്ല. ഒന്നാർത്ത് നോക്കിയേ, 40 രാവും 40 പകലും വെള്ളവും ആഹാരവും കഴിക്കാത്തൊരു വ്യക്തി മലമോളിൽ നിന്ന് കയറിപ്പോയി ഇറങ്ങി വന്നാൽ ഉരുണ്ട് പടച്ച് താഴെ വീഴത്തില്ലേ? 40 ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളവും ഇല്ല, ആഹാരവും ഇല്ല. ഇങ്ങനെ ഒരു വ്യക്തി 80 വയസ്സുള്ള അപ്പച്ചനാന്ന് ഓർത്തണം. 80 വയസ്സുള്ള അപ്പച്ചൻ ആ മലയുടെ മുകളിൽ നിന്ന് ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങി വന്ന നമ്മൾ പറയും ഷുഗറോ പ്രഷറോ കൂടി ആള് തീരും. പക്ഷെ മോശയെ കണ്ടപ്പോൾ ജനം അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം ബോഡിയിലേക്ക് എന്ത് ചെയ്തു? റിഫ്ലക്ഷൻ ഉണ്ടായി. ഓ ജീസസ്! അകത്ത മനുഷ്യന്റെ അകത്തു നിന്നും ദൈവത്തിന്റെ തേജസ് മുഴുവൻ അങ്ങോട്ട് മൂടി. അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് യേശു പറയാൻ കാരണം, നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യണം? ജ്വലിക്കണം. അതാ പൗലോസ് പറഞ്ഞു, ജ്വലിക്കണം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അപ്പൊ ഉപവാസവും പ്രാർത്ഥന എന്ന് പറയുന്നത് പഴയ നിയമത്തിലേക്ക് ചാടി പെട്ടെന്ന് പോകരുത്. ഉപവാസം എന്ന് പറയുമോ ബ്രദറെ? അവർ ഉപവസിച്ചത് എന്താണെന്നറിയോ? അവരുടെ കുടുംബത്തിലെ വിഷയം മാറാൻ വേണ്ടി, അവർ ജയിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട് അത് പല വചനങ്ങൾ, കൺഫ്യൂഷനുള്ള വചനങ്ങൾ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നോക്കിക്കേ, ഒരിക്കൽ നമ്മൾ ഇത് എടുത്തുകൊണ്ട് എനിക്കൊന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. അതിനെ ക്ലിയർ ആയിട്ട് എടുത്തിരുന്നു. ഇവിടെ നോക്കിക്കേ, അപ്പൊ പരീക്ഷകൻ യേശു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോഴേക്ക് യേശുവിന് വിശന്നു.
ഈ സമയം കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് പിന്നീട് കേട്ടാൽ മതി, കാര്യം യൂട്യൂബിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇതൊന്ന് പോർഷൻ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഞാൻ വിശ്വസിക്കുന്ന അടുത്തൊരു ലെവലിലേക്ക് ദൈവാത്മാവ് നമ്മളെ കയറ്റുന്ന തലമാണിത്. അപ്പോൾ നോക്കിക്കേ, ഇനി ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടാനില്ല, ഒരു നന്മയും നമുക്ക് കിട്ടാനില്ല. യേശു ക്രിസ്തുവിലൂടെ സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാം കിട്ടി. എല്ലാം കിട്ടിയ നമ്മുടെ അകത്ത് ഇപ്പൊ സഹോദരി ഞാൻ ആദ്യം ഒരു സാക്ഷ്യം കേൾപ്പിച്ചില്ലേ? ആ സഹോദരി പറഞ്ഞു 16 വർഷം മുമ്പ് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒത്തിരി നാൾ ട്രൈ ചെയ്തിട്ട് അവർക്ക് ലഭിച്ചില്ല. പക്ഷെ ആ സഹോദരി പറയാൻ തുടങ്ങി, എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെ, എൻ്റെ ആവശ്യം തയ്യക്കട വേണം, കൈ കാശില്ല, ലോൺ എടുക്കത്തില്ല, പലിശയ്ക്ക് എടുക്കത്തില്ല, പക്ഷെ എൻ്റെ ദൈവമോ എനിക്ക് തയ്യക്കട, ഓൾ യുവർ നീഡാണ്, തയ്യക്കട മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തരും. ഇത് പറഞ്ഞോണ്ടേയിരുന്നു. അപ്പൊ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ സഹോദരിക്ക് വേണ്ടി അഡ്വാൻസ് പോലും വേണ്ട, സകല സാമഗ്രികളുമുള്ള വീട് റോഡ് സൈഡിലുള്ള ഒരു കടമുറി അല്ലെങ്കിൽ ആ തയ്യക്കട കിട്ടി. നോക്കിക്കേ എന്താ സംഭവിച്ചത്. അപ്പൊ വചനം പറഞ്ഞപ്പം വഴി തുറന്നു. ആരാണ് വചനം പറഞ്ഞത്? ആ സഹോദരി പറഞ്ഞു. മാനുഷിക ബുദ്ധി പറയുന്നു ലോൺ എടുക്കണം, സാമഗ്രികൾ മേടിക്കണം, അഡ്വാൻസ് കൊടുക്കണം, കയ്യിൽ കാശ് വേണം. പക്ഷെ ആത്മാവിന് ആഹാരം കൊടുത്തപ്പം, മനുഷ്യൻ ആഹാരം കൊടുത്തപ്പം വിശ്വാസമുണ്ടായി വന്നു. കണ്ടോ, പറഞ്ഞു കേട്ടില്ലേ? ബ്രദറിന്റെ കൂട്ടായ്മ കയറി. ബ്രദർ ആരാ? ബ്രദറിന്റെ കൂട്ടായ്മയല്ല, ദൈവവചനം നന്നപോലെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് അറിയാൻ തുടങ്ങി വചനം കേട്ടപ്പോൾ. വചനത്തിൻ്റെ അകത്തെ സാധ്യതകളെ മനസ്സിലാക്കിയപ്പോൾ, ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല, പറഞ്ഞോണ്ടേ ഇരുന്നപ്പോൾ അത് വിശ്വാസമായി മാറി. ആത്മാവ് എന്ത് ചെയ്തു? ആ വചനത്തെ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. മനുഷ്യൻ ഈ വചനം ഭക്ഷിച്ചപ്പോൾ വിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്തു. കണ്ടോ, വചനം മുഴുവൻ കഴിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വിശ്വസിച്ചു, ഇത് കിട്ടും. ഈ വിശ്വാസം എന്ത് ചെയ്തു? ദൈവത്തിലെ അത്ഭുതത്തെ വലിച്ചടിപ്പിച്ചു. ഇതേപോലെ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന, ഞാൻ ഉപവാസം എന്നുള്ള വാക്കെടുത്ത് പറയുകയാണെ. അപ്പൊ നിങ്ങൾ പലപ്പോഴും പല ആൾക്കാർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ചുമ്മാ ഇരുന്ന ആൾക്കാർ ഉപവാസം എടുക്കും. എന്തിനാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല, വെറുതെ അങ്ങ് ഉപവാസമാണ്. എന്നാൽ പിന്നെ ഞാൻ 50 ഇരുന്നേക്കാം, 40 ഇരുന്നേക്കാം, 60 ഇരുന്നേക്കാം, എന്താ ഒരു ലക്ഷ്യം വേണം നിങ്ങൾക്ക്. അവിടെ ഇരുന്നോണം, നിങ്ങൾ ഓടരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട്, പഴയ നിയമത്തിൽ ഉപവാസമാണെങ്കിൽ അവരെ ന്യായപ്രമാണത്തിന്റെ 1200 കൽപ്പനകളെല്ലാം ഉരുവിട്ട് സകല വാഗ്ദത്തങ്ങളും ഏറ്റുപറഞ്ഞ്, ആവർത്തന പുസ്തകം 28 ഒക്കെ ഏറ്റുപറഞ്ഞ് വചനം പറഞ്ഞ് ഉപവാസം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് എണീക്കും. കാര്യം അവർക്കത് വേണം. പുതിയ നിയമത്തിൽ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ അങ്ങോട്ട് പ്രകാശിക്കുക. അവിടെ ഒന്നും കിട്ടാൻ വേണ്ടിയില്ല, പകരം നിങ്ങളുടെ അകത്തിരിക്കുന്ന സകല നന്മകളും എന്ത് ചെയ്യുക? അകത്ത മനുഷ്യനിൽ വിശ്വാസം പ്രൊഡ്യൂസ് ആയിട്ട് ഈ അകത്ത മനുഷ്യൻ ദൈവത്തിലുള്ള സകല വാഗ്ദത്തങ്ങൾക്കും ജീവൻ കൊടുക്കുക. അതാണ് നോക്കിക്കേ, വിശ്വാസത്താൽ. ആ വാക്ക് കണ്ട, വിശ്വാസത്താൽ. നമുക്ക് ആ മർക്കോസിന്റെ സുവിശേഷം രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ പറ്റി പറയുന്ന വാക്ക് നമുക്കറിയാം, എപ്പോഴും എടുക്കുന്ന വാക്യമല്ലേ? മർക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കി 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അറിയാം, ഭൂലോകത്തിനടുത്തോളം പോയി നമ്മൾ എപ്പോഴും പറയുന്ന വാക്യല്ലേ, സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ, നോക്കിക്കേ, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ആര് വിശ്വസിക്കണം? നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും എന്താ പറഞ്ഞത്, ഒരു ലോൺ എടുക്കാതെ, ഞാൻ ആ സഹോദര സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ലോൺ എടുക്കാതെ, കടം മേടിക്കാതെ, കടമുറി എടുക്കാതെ, സാമഗ്രികൾ മേടിക്കാതെ ഒരിക്കലും ലോകപ്രകാരം ആരും ചുമ്മാ തരുമോ? ഇല്ല, ആരും ചുമ്മാ തരത്തില്ല ഇത്രയും സാധനങ്ങൾ. പക്ഷെ അകത്ത മനുഷ്യന് വചനം കൊടുത്തപ്പോൾ അത് വിശ്വാസമായി മാറി. വിശ്വാസത്താൽ അടയാളങ്ങൾ അഥവാ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. അപ്പൊ ഒരു വ്യക്തി, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പം ആഹാരം വെടിയുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇനി ചിലരുണ്ട്, ബ്രദറെ എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് നമുക്ക് ഉറക്കം വരും. സ്വാഭാവികമാണ്, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് ബ്രദറെ എൻ്റെ ഒത്തുകൊണ്ട് ക്ഷീണം വിട്ടു, ഞാൻ ഇപ്പം അത് പിശാചൊന്നും അല്ല. വയറ് നിറച്ച് ബിരിയാണി കഴിച്ചാൽ പിന്നെ ഉറക്കം വരാതെ പിന്നെ എന്നാ ചെയ്യാൻ? അത് ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തി, അത് ശരീരത്തിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ശരീരം ആഹാരം നമ്മൾ വെടിയുമ്പോൾ ലോകവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വിടുക.
എന്താ ലോകമായിട്ടുള്ള കണക്ഷൻ? കാര്യം ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാലേ ഉള്ളൂ നടക്കാൻ പറ്റത്തുള്ളൂ, ആഹാരം കഴിച്ചാലേ എനർജി കിട്ടത്തുള്ളൂ. ഈ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കണക്ട് ചെയ്യുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെന്തിനാ ഡിസ്കണക്ട് ചെയ്യുന്നറിയാവോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ അകത്ത മനുഷ്യനെ കൂടുതൽ പ്രകാശിപ്പിക്കണം. ഞാൻ അമിതമായിട്ട് ആഹാരം കഴിച്ചാൽ പിന്നെ എനിക്ക് എൻ്റെ ജഡത്തിന്റെ ആഗ്രഹം എവിടെയും നിന്ന് കിടന്നാൽ മതി എന്നാ. അല്ലേ? സത്യമല്ലേ? വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ എൻ്റെ ശരീരത്തിന്റെ ആഗ്രഹം മൊത്തം ഇനി ഒന്ന് കിടക്കണം, ഒന്ന് ഉറങ്ങണം. ആഹാരം കഴിച്ചില്ലല്ലോ, ഉറക്കം മുഴുവൻ നഷ്ടപ്പെടും. പിന്നെ അങ്ങോട്ട് വെപ്രാളമാണ്. ആ സമയത്താണ് പല ആൾക്കാർ ഉപവസിക്കും, ബ്രദറെ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ടാണ് ഉപവാസം നമുക്ക് ബോറാകുന്നത്. നിങ്ങൾ വചനം ഭക്ഷിക്കണം, വചനം പറയണം. വചനം പറയുമ്പോൾ അകത്ത മനുഷ്യൻ ആ വചനം മൊത്തം ഭക്ഷിച്ചിട്ട് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനതകളെ സ്വാധീനിക്കും. ജഡത്തിന്റെ ബലഹീനതയിലേക്ക് എന്ത് ചെയ്യും? സകല ബലഹീനതകളെ അത് കവർ ചെയ്യും. ഹല്ലേലൂയ. ആ കവർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം ബലമായി മാറും. ഹല്ലേലൂയ. കാര്യം വചനം ഒരു ഔഷധമാണ് ബൈബിളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. വചനം തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ എനിക്ക് മധുരമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. വചനം നമ്മുടെ ആത്മാവിന്റെ ആഹാരമാണ്. നോക്കിക്കേ, അപ്പം നമ്മളിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യണം. രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ദൈവപ്രവർത്തികൾ നടക്കണമെങ്കിൽ ഫെയ്ത്ത് വേണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരാലാണ് അടയാളം സംഭവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, പിന്നെ എന്നാ നടക്കാത്തത്? എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എവിടെയോ കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വചനം ഭക്ഷിക്കണം. വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വചനം ഭക്ഷിക്കണം. വചനം നമ്മൾ ഭക്ഷിക്കും തോറും വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വചനം ഭക്ഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നത്തെ സെക്ഷനിലേക്ക് നമുക്ക് ഇതിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ ഉപവാസം ഇരിക്കുക. നമ്മൾ സാധാരണ എങ്ങനെ ഉപവാസം ഇരിക്കും? നമ്മൾ രാവിലെ വരുന്നു, നമ്മൾ ചിലപ്പം പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് ഇനിയിപ്പോൾ എന്ത് വായിക്കണം? നമ്മൾ ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും, എല്ലാ മനുഷ്യരും ബിസി ഷെഡ്യൂളാണ്. നമ്മൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം തിരക്കും. നമുക്ക് ആർക്കും സന്യാസിമാരല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ലോകവുമായിട്ട് നമുക്ക് ഒത്തിരി ജോലികളുണ്ട്. വീട്ടിൽ ജോലി, കൂട്ടിൽ എല്ലാ ജോലിയുണ്ട്. നിങ്ങൾ രാവിലെ വന്നിരിക്കുന്നു, ഒരു കുപ്പി വെള്ളം എന്ത് വായിക്കട്ടെ വന്നിരിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധി വന്നിരുന്ന ഉടനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? യൂട്യൂബിൽ എവിടെയെങ്കിലും ഒരു മെസ്സേജ് ഓണാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ നല്ലതാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് വചനം പറയണം. ശരീരത്തിൻ്റെ അകത്ത് വിശപ്പിൻ്റെ ടെൻഡൻസികൾ വരുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. കാര്യം സമയത്തിന് ആഹാരം കിട്ടാതെ വരുമ്പോഴേക്കും ബോഡി റിയാക്ട് ചെയ്യും. അപ്പൊ മനുഷ്യന് ഫില്ലിങ് വേണം. ഈ പുള്ളി നമ്മുടെ ജഡത്തെ എന്ത് ചെയ്തോളും? പിടിച്ചോളും. നിങ്ങൾ നോക്കണ്ട, മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മുടെ ജഡത്തെ പോഷിപ്പിച്ചോളും. എങ്ങനെ? നിങ്ങൾ വചനം ഭക്ഷിക്കണം. നോക്കിക്കേ, യേശു 40 രാവും 40 പകലും ഉപവസിച്ചു. അതിനുശേഷം യേശുവിന് വിശന്നു. അതെന്താ? അതിന് മുമ്പ് വിശക്കാഞ്ഞത്? കാര്യം യേശു ആ 40 രാവും 40 പകലും കർത്താവിന്റെ അതുകൊണ്ടാണ് ചാടി ഉടനെ പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. യേശു പറഞ്ഞ വാക്കുണ്ട്. അപ്പൊ യേശുവെ ഈ 40 ദിവസം അങ്ങ് എങ്ങനെ പിടിച്ചു നിന്നത്? കർത്താവ് പറയും, ഞാൻ ഭക്ഷണം കഴിച്ചു. ഈ മരുഭൂമിയിൽ ഏത് ഭക്ഷണം കിട്ടും? വചനം. ഈ മരുഭൂമിയിൽ ഞാൻ വചനം ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വിശന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഉപവാസം കഴിഞ്ഞു. ഉടനെ എനിക്ക് എന്ത് ചെയ്തു? വിശന്നു. പിശാചിനോർ ഇപ്പൊ യേശുവിനെ പിടിക്കുക. യേശു പറഞ്ഞു, മോനെ നടക്കത്തില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വചനം കഴിച്ചാൽ എങ്ങനെയാണ് നമുക്ക് എനർജി ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു പറഞ്ഞ വാക്ക് നോക്കിയേ, മനുഷ്യൻ അപ്പം കൊണ്ട്. ഈ പിശാച് പറഞ്ഞ ചോദ്യം കറക്റ്റാ. ഒരു കല്ലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ബ്രെഡാകും, ഇതൊരു ബ്രെഡ് ആക്കിയിട്ട് ഇതൊരു അപ്പമാക്കിയിട്ട് കഴിക്ക്, ഇപ്പൊ ക്ഷീണം അങ്ങോട്ട് മാറും. ഉടനെ യേശുവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വചനം കഴിച്ചാലും. ഇപ്പൊ ചോദ്യം പിശാച് ചോദിച്ച കറക്റ്റ് ചോദ്യമല്ലേ? യേശു ക്ഷീണിച്ചിരിക്കുന്നു. ഈ ക്ഷീണിച്ചിരിക്കുന്ന യേശുവിന് എന്തു വേണം? ബോഡിക്ക് എനർജി വേണം, അതിന് അപ്പം വേണം. പിശാച് പറഞ്ഞു കല്ലിന് അപ്പമാക്കാൻ പറ്റും, യേശുവിന് ഈസി ആയിട്ട് പറ്റും. യേശു അപ്പമാക്കിയത് കഴിച്ചാൽ ബലപ്പെടും. ഉടനെ യേശുവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം ഭക്ഷിച്ചാലും എന്ത് ചെയ്യും? ജീവിക്കും. അപ്പൊ ഒരു ചോദ്യം, വചനം കഴിച്ചാൽ എങ്ങനെയാണ് ശരീരത്തിൽ എനർജി ഉണ്ടാകുന്നത്? യേശു വ്യക്തമായിട്ട് പറയുന്നു, അപ്പം മാത്രം പോരാ, അപ്പം മാത്രമല്ല വചനം ഭക്ഷിച്ചാലും ബലം കിട്ടും.
അപ്പൊ നിങ്ങൾ വചനം പറഞ്ഞാൽ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടും. ഉപവാസം ഇരിക്കുമ്പോൾ വചനം പറയാൻ തുടങ്ങിയാൽ ശരീരത്തിൻ്റെ അകത്ത് എത്ര ബിരിയാണി കഴിച്ചാലും കിട്ടാത്ത ബലം വ്യാപരിക്കും. എത്ര നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചാൽ കിട്ടാത്ത ബലം നിങ്ങളിൽ വ്യാപരിക്കും. കാര്യം വചനം എന്നുള്ളത് ആത്മാവിൻ്റെ ആഹാരമാണെങ്കിലും ഇത് നിങ്ങളുടെ ശരീരത്തിലോട്ട് അത് പകർച്ചയുണ്ടാകും. കാരണം ദേഹി ആത്മാവിന് ബന്ധമുണ്ട്. ആമേൻ. ഇതിനെല്ലാം ബന്ധമുണ്ട്. ഇത് കണക്റ്റഡ് ആണ്. അകത്ത മനുഷ്യന് വയറ് നിറഞ്ഞാൽ പുറമേയുള്ള ജഡത്തിലേക്ക് അത് റിഫ്ലക്റ്റ്. അതുകൊണ്ടാണ് മോശ 40 രാവും 40 പകലും കയറിപ്പോയപ്പോൾ മോശ ചുമ്മാ ഫ്രീ ആയിട്ട് വരുമല്ലോ, മോശ കണ്ടപ്പോൾ തന്നെ മുഖത്ത് റിഫ്ലക്ഷൻ ഉണ്ടായി. കണ്ടോ, മുഖത്ത് റിഫ്ലക്ഷൻ ഉണ്ടായി. അതിൻ്റെ അർത്ഥം ബോഡിയിൽ റിഫ്ലക്ഷൻ വന്നു. അപ്പം അകത്തുണ്ടായ മാറ്റം പുറത്തേക്ക് ഒഴുകി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഒരാവശ്യം നിറവേറാൻ വേണ്ടി ഉപവസിക്കാതെ ദൈവസന്നിധിയിൽ, ആ സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ദൈവമോ എനിക്ക് തയ്യക്കട മഹടത്തോടെ തൻ്റെ ധനത്തിനത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തന്നു. കണ്ടോ, ആ വചനം പറയുവാണ്. നോക്കിക്കേ, ഈ വചനം തീർത്തു തന്നു. ബൈബിൾ അങ്ങനെയുണ്ട്. ഇനി തരണേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. 16 വർഷം ചോദിച്ചിട്ട് കിട്ടിയില്ല. 16-ാമത്തെ വർഷം ബൈബിൾ ധ്യാനിക്കാൻ തുടങ്ങി. കറക്റ്റായിട്ട് വചനം എങ്ങനെ പറയണമെന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ച് 16 വർഷം കിട്ടാത്തത് 15 വർഷം കിട്ടാത്തത് 16-ാമത്തെ വർഷം കിട്ടി. അപ്പൊ ഈ 15 വർഷം പറഞ്ഞിട്ട് എന്നെ കിട്ടാഞ്ഞത്? 15 വർഷം തരണേന്ന് പറഞ്ഞു. 16-ാമത്തെ വർഷം മനസ്സിലായി കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇത് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യണം. വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വചനം കയറണം. ഇതാണ് ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ അവിശ്വാസവും കോട്ടമുള്ള എൻ്റെ പൊന്നു തലമുറയെ, നിങ്ങളെ ഇത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ എൻ്റെ വചനത്തിൽ ആശ്രയിക്ക്. അവരിപ്പോഴും പഴയ കാര്യങ്ങളും യഹൂദ ചരിത്രം പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനത്തിൽ പറയുക, നിങ്ങൾ കിഴവി കഥകളിലേക്ക് പിന്നെയും പൊക്കോണ്ടിരിക്കുക. അതെല്ലാം വിട്ടേച്ച് നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് വാ എന്ന് തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആമേൻ. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒരു പരിധിക്കപ്പുറം വളരാത്തതിൻ്റെ കാരണം നിങ്ങളുടെ കുറ്റമല്ല, യേശുവെന്ന് വിളിക്കാഞ്ഞിട്ടല്ല, നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കുന്നില്ല. അകത്ത മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുക? വിശന്ന് വയറ് കത്തി വെയിറ്റ് ലോസിലേക്ക് പോയിരിക്കുക, ദാരിദ്ര്യത്തിൽ കിടക്കുക. ആ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന നല്ലപോലെ ഒന്ന് ആഹാരം കൊടുത്തു നോക്കിയേ, ഇയാൾ പുഷ്ടി പ്രാപിക്കും. മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചാൽ വിശ്വാസം വർദ്ധിക്കും. ശിഷ്യന്മാരുടെ ചോദ്യം എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ എന്ന് ചോദിച്ചോണ്ട് തുടങ്ങുന്നവര്. അവർക്ക് മനസ്സിലായി സംഭവം നടക്കുന്നൊന്നുമില്ല. എങ്ങനെ ഞങ്ങളിത് പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവം നടക്കുന്നില്ല. അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് എന്തോ ബ്ലോക്ക് ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. യേശു പറയാ, ഉപവാസാലും പ്രാർത്ഥനയാലും. അപ്പൊ നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യുക? ഉപവാസിക്ക് എന്തിനാണ് ഈ ജാതി ഒഴിഞ്ഞു പോകാൻ? ഏത് ജാതി അത്? യഹൂദനെ പറ്റി പറഞ്ഞ കാര്യം നമ്മൾ അങ്ങ് ഏറ്റെടുക്കുക. അകത്ത മനുഷ്യനെ പോഷിപ്പിക്കണം. അതിന് അകത്ത മനുഷ്യന് ആഹാരം കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നീയോ ഉപവസിക്കുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ വീട് വിട്ടോ സഭ വിട്ടോ ഇറങ്ങരുത്. സഭയിലിരുന്ന ഉപവസിക്കുന്നെങ്കിൽ കറങ്ങി നടക്കരുത്. എന്തിനാ കറങ്ങുന്നത്? ചിലർ പറയാൻ ജോലി കിടക്കി ഉപവസിക്കുന്നുണ്ട്. ജോലി കിടക്കി പ്രാർത്ഥിച്ചോ? നിങ്ങൾ വചനം പറഞ്ഞു. നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് ആവശ്യം, നമുക്ക് കോൺസെൻട്രേഷൻ എന്നുള്ളത് ഭയങ്കരമാണ്. ദൈവസന്നിധിയിൽ പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും അവർ ഉപവസിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ഉപവാസത്തോടെ യുദ്ധം ചെയ്തിട്ടില്ല. ഉപവാസത്തോടെ അവർ എന്തെങ്കിലും ഉപവസിക്കുമ്പോൾ നമുക്കറിയാം അവർ സകലതും വിട്ടേച്ചാ നിൽക്കുന്നത്. എന്തിനാ സകലതും വിടുന്നറിയോ? കോൺസെൻട്രേഷൻ കിട്ടണം നമുക്ക്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുക. അപ്പൊ ജോലി കിടക്കി ഇരുന്ന് ഉപവസിക്കും. എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ സുഹൃത്ത്, ഞാൻ ജോലി കിടക്കി പ്രാർത്ഥിക്കാൻ ആളാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. നമുക്ക് കോൺസെൻട്രേഷൻ വളരെ കുറവ്. കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് നന്നായിട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ആരെങ്കിലും വന്ന് വിളിക്കും, എന്തേലും പെട്ടെന്ന് ഒരു ആവശ്യം വരും, പിന്നെ അങ്ങോട്ടങ്ങ് പോകും. നമ്മൾ അതിലൊക്കെ ഇൻവോൾവ് ആയി കിടക്കുക. നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും, ഞാൻ പ്രാർത്ഥിച്ച് വന്നതായിരുന്നു. കാര്യം എന്തുവാ? നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയത്തില്ല. സത്യമല്ലേ? അപ്പൊ ജോലിക്കിടക്കി ഉപവസിക്കരുതെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നു. നിങ്ങൾ ബൈബിള് ഭക്ഷിക്കണം. ചിലപ്പോൾ നമുക്ക് ജോലി കിടക്കി നമ്മൾ ഇരുന്നുകൊണ്ട് ചില ആൾക്കാർ ഞാൻ അങ്ങനെ ഉപവസിക്കുന്ന സമയത്ത് വീട് വിട്ട് അല്ലെങ്കിൽ സഭ വിട്ട് പുറത്ത് പോകരുത്. ഇനി വീണ്ടും പറഞ്ഞോണം, നിങ്ങൾക്ക് ഭക്ഷണം മറക്കണം. നിങ്ങൾ വിശപ്പ് കത്തരുത്. നിങ്ങൾക്ക് ഒറിജിനൽ ഉപവാസം നിങ്ങളുടെ വയറ് കത്തുന്നതല്ല. ഒറിജിനൽ ഉപവാസം വയറ് നിറയുന്നതാ. മനുഷ്യനും ബോഡിയിൽ നിറവ് വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഇപ്പൊ ബ്രദറെ ജോലി സ്ഥലത്ത് ഞാൻ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ സമയം കണ്ടെത്തണം.
അതിനുവേണ്ടി ഒരു ലീവ് എടുക്കണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഉപവാസം സഭകളിൽ വെക്കും, അവിടെ പോയി ഇരിക്കണം. ജീവിതത്തിൽ നമുക്ക് ഒരു മാസത്തിൽ 1 തവണ മാറ്റിവെക്കാൻ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാട്ടോ. അതിന് മാത്രം തിരക്കിലാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നീയോ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ, എൻ്റെ അർത്ഥം നമ്മൾ സെപ്പറേറ്റ് വരണം, ആളുകളിൽ നിന്ന് നമ്മൾ മാറണം, ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. രഹസ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോ? ഒഴിഞ്ഞു മാറണം, നമ്മൾ ഒതുങ്ങി വരണം. അപ്പം നിങ്ങൾ അതുകൊണ്ട് അത് ഒരു എക്സ്ക്യൂസും അതിൻ്റെ അകത്തില്ല. അവിടെ ചിലർ പറയും, ബ്രദർ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ നിങ്ങൾ ഉപവസിക്കേണ്ട, പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വചനം പറഞ്ഞുകൊണ്ടിരുന്നു, ഇച്ചിരി ആഹാരം കഴിച്ചു. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ശ്രദ്ധിച്ചോണം, ആഹാരം വെടിഞ്ഞിരിക്കുന്നതല്ല ഉപവാസം, ആഹാരം മറന്നിരിക്കുന്നതാണ് ഉപവാസം. ഇപ്പൊ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമെന്ന് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. ആ പ്രാർത്ഥന അങ്ങോട്ട് 40 ദിവസമൊക്കെ അങ്ങ് പോകണം. 40 ദിവസം കണ്ണു തുറക്കുമ്പോൾ ദൈവമേ 40 ദിവസവും ചോദിക്കണം. ഇതാ പുതിയ നിയമത്തിന്റെ ഉപവാസം. അപ്പൊ നമുക്ക് എന്താ ബോറടിക്കുന്നു വെച്ചാൽ, വിശപ്പാണ് ബോറ്. വിശപ്പിനെ എങ്ങനെ ജയിക്കാൻ പറ്റും? ആ ആത്മീയ ആഹാരം ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ആത്മീയ ആഹാരം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ടെൻഡൻസികളെ നമ്മൾ ജയിക്കും. ടെൻഡൻസി എവിടെയൊക്കെ കുറവുണ്ടോ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. ഹല്ലേലൂയ. ഇനി നാം പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാവേ. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി. ഇനി നോക്കി, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണം. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും പ്രകാശിക്കുന്നവരാണ്. പക്ഷെ ലൈറ്റിനൊരു പ്രശ്നമുണ്ട്, ഇത് ഷൈൻ ചെയ്യണം. ഈ ലൈറ്റ് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല? പ്രകാശിക്കുന്നില്ല. നിങ്ങളിപ്പോൾ വിശ്വാസിയായിട്ടിരിക്കുക, ശിഷ്യനായിട്ടില്ല. ഞാൻ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ശിഷ്യത്വം തുടങ്ങുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 2 വിഷയങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഒത്തിരി പേർക്ക് സംശയമായിരുന്നു, ബ്രദർ ഉപവാസം വേണ്ടെന്ന് പറഞ്ഞു, അതെന്നാ കാരണം മനസ്സിലാകാൻ ശ്രദ്ധിച്ചോ. കഴിഞ്ഞ പ്രാവശ്യത്ത് എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? എനിക്കൊന്ന് ആ ഹെഡിങ് ഞാൻ മറന്നുപോയി, തംബ്നെയിൽ അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ നീയോ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്തോട്ടും വിട്ടു പോകരുതേ, വേറൊന്നും ചെയ്യുവാൻ പോകരുതേ, വേറൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ചാടിക്കേറി പോകരുതേ. ഇരിക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. ഇരിക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിലർ ഞങ്ങളുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മൊബൈൽ സ്റ്റാറ്റസ് ഇടുന്നു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ നോക്കുന്നു. ഇതൊന്നും ഉപവാസമൊന്നുമല്ല. അവിടെ നിങ്ങൾക്ക് വയറ് കത്തും, ലോകവുമായിട്ട് കണക്റ്റഡ് ആകും. നിങ്ങൾ പരീക്ഷകൾ നിങ്ങളെ എന്ത് ചെയ്യാൻ നോക്കും? വലിക്കാൻ നോക്കും. നമുക്ക് ആത്മീയ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയാലേ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ അടയാളങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാൻ വിശ്വാസി വന്നിട്ട് എത്ര നാളായെന്നറിയാം ബ്രദർ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കുറേ വചനം കേട്ടിട്ട് ഒന്നും നടക്കുന്നില്ല ബ്രദറെ. എൻ്റെ കാര്യം തന്നെ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, പിന്നെ എന്നാ സംഭവിക്കാത്തത്? അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാര്യം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനിലാണ് ഇത് പ്രൊഡ്യൂസ് ആകുന്നത്. വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അകത്ത മനുഷ്യനാണ്. നമ്മുടെ ബുദ്ധിയിൽ നല്ല വിശ്വാസം, ബുദ്ധിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നതെങ്കിൽ മൊത്തം കൺഫ്യൂഷനാണ്. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണേ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇനി ബ്രദറെ എനിക്ക് ഉപവസിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു, ആഹാരം വെടിഞ്ഞ് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ഉപവാസം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇരിക്കുക. വിശക്കുവാണെങ്കിൽ വചനം അങ്ങോട്ട് പറഞ്ഞോളൂ. ഇനി ഭയങ്കര വിശപ്പാ ബ്രദറെ, അല്പം ആഹാരം കഴിച്ചു, അത്ര നിർബന്ധ ബ്രദർ, എനിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കഴിച്ചോ, പ്രശ്നമില്ല. പക്ഷെ കഴിച്ചിട്ട് ആ വഴി പോകരുത്, തിരിച്ച് പിന്നെയും പറഞ്ഞു. ആദ്യം അങ്ങനെ കുറയുമ്പോൾ നിങ്ങൾ ഈ ആഹാരത്തെ അങ്ങോട്ട് മറക്കും. പിന്നെ ഈ വചനം നമുക്ക് കഴിക്കാനൊരു കൊതി വരും. അകത്തെ മനുഷ്യന് കൊതി വരണം. വചനം വായിക്കുമ്പോൾ പറയുമ്പം ഈ കൊതി വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമുക്ക് കൊതിയാ, അല്ലേ? നമ്മൾ അങ്ങനെയല്ല, പല ആഹാരം നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ ഒരു കൊതി ഉണ്ടാകും കിട്ടാൻ വേണ്ടി. ഈ കൊതി വരുമ്പം എല്ലാം മറക്കും. ഇതാണ് യേശുവിന് പറ്റിയത്. കർത്താവിന് സംഭവിച്ച അതാണ്. 40 രാവും 40 പകലും യേശു അങ്ങോട്ട് ഇരുന്നു. പിശാച് വന്നിട്ട് അപ്പം ആകാൻ പറഞ്ഞു. യേശു പറയും, മോനെ പിശാചെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ആദ്യം മനസ്സിലാക്ക്, വാചനം അങ്ങോട്ട് കഴിച്ചുണ്ടല്ലോ 40 അല്ല 100 ദിവസം വരെ അതിൽ കൂടുതൽ വണ്ടി ഓടും. ആമേൻ. കൂടുതൽ വണ്ടി അങ്ങോട്ട് ഓടും. വാചനം അങ്ങോട്ട് കയറിയുണ്ടല്ലോ സംഭവം അങ്ങ് ഓടും.
വിശ്വാസി വളരാത്തതിന്റെ പ്രധാന കാരണം ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പോയിരുന്നുകൊണ്ട് നിങ്ങൾ കൈയടിച്ചിട്ട് പാട്ട് പാടിയിട്ട് മാത്രം കാര്യമില്ല പ്രിയരെ. അവിടെ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അവിടെ ഇരുന്നുകൊണ്ട് മുഴുവൻ വചനം പറഞ്ഞ് വയറ് നിറയ്ക്ക്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പാടെ കാല് ക്ഷീണിക്കത്തില്ല, വിറയ്ക്കത്തില്ല, ബലത്തോടെ ഇറങ്ങി വരും. വയറ് നിറച്ച് കഴിച്ചവരെ പോലെ വരണം. ഇങ്ങനെയാണ് നിങ്ങൾ ദൈവസേനയിൽ ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ നാളത്തെ 2 പാട്ടും കൂടെ എനിക്ക് വന്ന് എടുക്കുമെന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കും ദൈവകൃപയാൽ. പരിശുദ്ധാത്മാവ് ഒരു സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഒന്ന് ബലപ്പെട്ട്. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഫലമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം നടക്കും. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജ്വലിപ്പിക്കണം. വചനം അങ്ങോട്ട് ഭക്ഷിക്ക്, വചനം അങ്ങോട്ട് പറ. യേശുവിന്റെ നാമത്തിൽ വചനം പറയുമ്പോൾ ഒരു നിമിഷം വചനം പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വചനങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറ. വചനങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു റിലീസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ മനുഷ്യനല്ല, ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. പറഞ്ഞ് എൻ്റെ രോഗത്തെ, എൻ്റെ ദാരിദ്ര്യത്തെ കർത്താവ് ക്രൂശ്. വചനം അങ്ങോട്ട് ഭക്ഷിച്ച്, വചനം ഭക്ഷിക്കും തോറും അകത്ത മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യും. വിശ്വാസത്തെ നിർമ്മിച്ചു തരും. വിശ്വാസത്തെ നിർമ്മിക്കും തോറും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വചനം നിങ്ങൾ ഒന്ന് നോക്കിക്കുക. ആ സഹോദരി വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതം നടന്നതിന്റെ കാരണം അകത്ത് വിശ്വാസം ഉണ്ടായപ്പോൾ അത്ഭുതങ്ങളുണ്ടായി. അതാണ് അത്ഭുത സാക്ഷ്യമായെന്ന് പറഞ്ഞത്. ഇത് വചനം ഭക്ഷിച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് എൻ്റെ രോഗം യേശു വഹിച്ചത്. എൻ്റെ കൂടെ പറ. ഇനി ഒറ്റയ്ക്ക് പറയാൻ മടിയാണെങ്കിൽ പറ, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ വേദന യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ ദാരിദ്ര്യം യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളെ യേശു ക്രൂശിൽ മാറ്റിയിട്ട് സമാധാനത്തെ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഞാൻ സ്വസ്ഥതയോടെ ഇരിക്കും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? വല കീറുമാർ എൻ്റെ ഭവനത്തിൽ നന്മ ഉണ്ടാകും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ തലമുറകൾ ജാതികൾക്കൊരു സാക്ഷ്യമായിട്ട് മാറും. മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. എൻ്റെ ഉദരം തുറക്കും, തലമുറകൾ പുറത്തു വരും. ഞാൻ ഉയർച്ച പ്രാപിക്കും എന്ന് പറഞ്ഞ് ആ ശരീരത്തെ നോക്കിയിട്ട് പ്രവചിച്ച് ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറ. ഇന്നലെ നമ്മൾ സൺഡേ എടുത്ത വചനം കണ്ടോ? ശിംശോനെ കെട്ടിയ കയറ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ കരിഞ്ഞ നൂല് പോലെയായി തോന്നതിനെ പൊട്ടിച്ചു കളഞ്ഞു അവന്റെ ബന്ധനങ്ങളെ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ബലപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ ആഹാരം ഒന്ന് ഭക്ഷിച്ച്, വചനമൊന്ന് ഭക്ഷിച്ച് യേശുവിന്റെ നാമത്തിൽ പറ. നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾ ലോകത്തിന്റെ അയൽവക്കത്തെ ആളുകൾ ഒരു വിഷയം വന്നാൽ ഇനി നിങ്ങളുടെ വീട്ടിൽ വരും പ്രാർത്ഥിക്കാൻ വേണ്ടി. നോക്കി ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, വിളിച്ചു പറ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറ. ഞാൻ എൻ്റെ നാട്ടിൽ സാക്ഷ്യമാകും. എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ സാക്ഷ്യമാകും. ഞാനിരിക്കുന്ന രാജ്യത്ത് ഞാൻ ഉള്ളതിന് അനുഗ്രഹമെന്ന് നാട്ടുകാർ പറയും. ഞാൻ പറഞ്ഞിട്ട് വല്ല അറിയേണ്ട വരും. പറഞ്ഞോണ്ട് യേശുവിനാമത്തിൽ ഇനി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ കയറി വരാൻ വേണ്ടി പോകുക. നീ പ്രാർത്ഥിച്ചാലേ എൻ്റെ വിഷയം മാറത്തുള്ളൂ. കാര്യം ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഒന്ന് ജ്വലിപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ആ വചനം പറയുമ്പോൾ മനുഷ്യൻ ബലപ്പെടും. ഭർത്താവ് പറയാൻ വേണ്ടി പോവുക, നീ ഉള്ളതാണ് എൻ്റെ സമാധാനക്കേടെന്ന് പറഞ്ഞ് ഭർത്താവ് പറയാൻ വേണ്ടി പോവുക. നീയാണ് എൻ്റെ അനുഗ്രഹം. കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നീയാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുമെന്ന് ഭർത്താവ് പറയാൻ വേണ്ടി പോവുക. നീ ഒരു നന്മയാന്ന് പറയാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഇന്ന് നിങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി പോവുക. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് കുടുംബം പറയാൻ വേണ്ടി പോവുക. ആ ലെവലിലേക്ക് ഒന്ന് പ്രഖ്യാപിച്ച് മനുഷ്യന് കൊടുത്ത ആഹാരം, ആ വിശ്വാസം പ്രൊഡ്യൂസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതാണ് ഉപവാസം. ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ ഇരുന്ന് ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക. സമയമില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ പ്രിയരെ. പിശാചിന്റെ ആഗ്രഹം നിങ്ങളെ ബിസിയാക്കുക ലോകത്തിൽ. യേശു പറഞ്ഞ രഹസ്യത്തിലോട്ട് കയറ്. യോ ബ്രദറെ, എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ കുടുംബജീവിതം ഇല്ലല്ലോ, എനിക്ക് ലോകത്തെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങോട്ട് പൊക്കോ. രഹസ്യം എന്ന് പറഞ്ഞ എല്ലാം വിട്ടേച്ച്, എല്ലാത്തിൽ നിന്ന് ഒഴിവാ, ഇങ്ങോട്ട് വാ. ഒരു മനുഷ്യനും അറിയരുത് നീ എവിടെയാന്ന്. അതുകൊണ്ടാണ് പറയാം, ജോലി സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ പലതിലും കുടുങ്ങിക്കിടക്കുക. അവിടെ ഇരുന്നുകൊണ്ടല്ല ഉപവസിക്കേണ്ടത്. ലീവ് എടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഇരിക്കുക ദൈവസന്നിധിയിൽ മാസത്തിൽ ഒന്നെങ്കിലും. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നു, ആഴ്ചയിൽ ഒന്നെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് ഇരിക്കുക. ആ വചനവുമായിട്ട് ഇരിക്കുക. വിശക്കുമ്പോൾ വചനം അങ്ങോട്ട് പറയുക. വിശപ്പൊക്കെ അങ്ങോട്ട് മാറും. ഇനി ഞാൻ പറഞ്ഞു, വിശക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വല്ലതും കഴിച്ചു.
ഇനി അത് കുറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇല്ലാതെ വേണ്ടി വരും. ഇനി ബ്രദർ ഇച്ചിരി പോലും വേണ്ട, ഇച്ചിരി പോലും വേണ്ടാത്ത രീതിയിലേക്ക് നിങ്ങളുടെ അകത്ത് വചനം അങ്ങോട്ട് കത്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വഴി തുറക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വചനം ഭക്ഷിച്ച് ഇനി ദിവസങ്ങളിൽ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്ക്, മാസത്തിൽ ഒന്ന് മാറ്റിവെക്ക്, ലീവ് എടുക്ക്. യേശുവിന്റെ നാമത്തിൽ ലീവ് എടുത്തിട്ട് മാറ്റിവെക്ക്. മാസത്തിൽ ഒന്ന് ബ്രദറെ ഞാൻ ഉപവസിക്കാൻ വേണ്ടി പോവാ. എന്തിനാ ഉപവസിക്കുന്നത്? അത് കിട്ടാൻ വേണ്ടിയല്ല, പിന്നെ എൻ്റെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുക. ദിവസവും ഇത് ചെയ്യണം. ദിവസവും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, വചനം പറയണം. അതുകൂടാതെ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കണം. ഫുൾ ഡേ അതിനുവേണ്ടി. അച്ഛാണ് പറച്ചാ ഇന്ന് എന്നെ വെറുതെ വിട്ടേ പറ്റത്തുള്ളൂ. ഈ 29 ദിവസം ഞാൻ ബിരിയാണിയോ മീനോ മീൻകറിയോ അതൊക്കെ വെച്ച് തന്ന സഹോദരങ്ങളോട് ഭാര്യയും ഭർത്താവിനും ഒരുമിച്ചാണെങ്കിൽ പ്രാർത്ഥിക്കും. ഇനി ഭർത്താവ് വിശ്വാസി വന്നില്ല, ഭാര്യ വിശ്വാസിലില്ല, യേശുവിനകത്ത് വചനം അങ്ങോട്ട് പറ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഈ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യും. മാനസാന്തരങ്ങൾ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ നിങ്ങൾ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല പ്രിയരെ. നിങ്ങളെ കറക്കുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രം, ഇരുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ട് യേശു പറഞ്ഞു രഹസ്യത്തിൽ കയറ്, രഹസ്യത്തിൽ ഓടിവാ. പിതാവിന്റെ സന്നിധിയിലോട്ട് ഓടി വന്നിട്ട് ആ വചനം അങ്ങോട്ട് വയറ് നിറച്ച് കഴിക്ക്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുത സൗഖ്യം നടക്കും ഇപ്പം. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് ദൈവ പ്രവർത്തികൾ ഓരോ വ്യക്തികളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുക. ഒന്ന് പറഞ്ഞ് യേശു എൻ്റെ രോഗത്തെ പറ. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ പറ. യേശുവിൻ്റെ മുറിവിനാൽ ഒന്ന് ധൈര്യപ്പെട്ട്, ഒന്ന് ശക്തിപ്പെട്ട്, ഒന്ന് ചാർജ് ആയിക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചാടി എണീറ്റു. യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് എന്നിട്ട് പറഞ്ഞ് കിടന്നുകൊണ്ടെന്ന് കേൾക്കാതെ ചാടി എണീറ്റ് എന്നിട്ട് പറഞ്ഞ് എൻ്റെ ശരീരത്തിലുള്ള രോഗത്തോട് പറ. ഇപ്പോൾ യേശുവിൻ്റെ ആ വചനം ഭക്ഷിക്കുമ്പോൾ അകത്ത മനുഷ്യൻ വിശ്വാസമാക്കി അതിനെ മാറ്റിത്തരും. ഇതാണ് പൗലോസ് അങ്ങ് ജ്വലിപ്പിക്ക്. ഉപേക്ഷയായിട്ട് ഇഗ്നോർ ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഇഗ്നോർ ചെയ്യരുത് ഈ കാര്യം. വളരുക എന്നുള്ളത് പ്രധാന ഘടക വിശ്വാസ ജീവിതത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ആ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഭവനങ്ങളുടെ മേൽ വെളിച്ചം പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി വരുവാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരാണപ്പ. ഇന്ന് ലോകത്തിൻ്റെ വെളിച്ചമാണ് ഞങ്ങൾ, ലോകത്തിൻ്റെ പ്രകാശമാണ് ഞങ്ങൾ ഇരിക്കുന്ന ഭവനം. ഞങ്ങൾ ഏത് സ്ഥലത്തിരുന്നാലും അതിൻ്റെ ചുറ്റുവട്ടമുള്ള സകലരും അറിയും ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബമാണെന്ന്. ലോകം അറിയുന്ന രീതിയിൽ ഞാൻ ഷൈൻ ചെയ്യാൻ പോവുക. ആ ലൈറ്റ് ഷൈൻ ചെയ്യാൻ വേണ്ടി പോവുക, ജ്വലിക്കാൻ വേണ്ടി. ഭർത്താവ് എന്ന് പറയാൻ വേണ്ടി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഇത് തമ്പുരാൻ തൊടാൻ വേണ്ടി പോവുക. മനോജ് എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തി ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ മേലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. മനോജ് എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തി ആരാണോ? മനോജ് ബ്രദർ അല്ല ഞാൻ പറഞ്ഞത്. മനോജ് എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തി ആരാ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ പേര് മനോജ് എന്നാ. മനോജ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പം. മനോജ് എന്ന ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ കർത്താവിന്റെ ഉള്ളത്തിൽ പറയാം. കേട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്ന പരിശുദ്ധാത്മാവ് പറയുക. ഇന്ന് എന്നോട് ഉള്ളത്തിൽ പറയും, നിങ്ങൾ കുടുംബമായിട്ട് കർത്താവ് നാട്ടുകാരുടെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുക. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിനത് റിലീസ് ചെയ്യുന്നപ്പ. അവരുടെ മുമ്പിലെ വെല്ലുവിളികൾ, അവരെ ഒതുക്കാൻ നോക്കുന്ന സകല വിഷയങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീസസ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇന്നത് നിങ്ങളോട് പറയാം. നമ്മൾ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇന്നാണ് അതെനിക്ക് കൺഫേം ആയത്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയെ തന്നെ അതൊരു ഡിക്ലെയർ പറയുവാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ ഞാൻ നേരിട്ട് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരുന്നുണ്ട്. പലയിടങ്ങളിലും പ്രാർത്ഥനകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസം, ഈ വരുന്ന 2026, എനിക്ക് 4-5 മാസം കൂടെ ഉള്ളൂ. ഏപ്രിൽ മാസം നമ്മൾ പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ. അപ്പം അതിനുവേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേലെ രോഗങ്ങൾ ഇപ്പോൾ ജയമുണ്ട്. കൈയെടുത്ത് വെച്ച്
കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ബുദ്ധിയാ പറയുന്നത് രോഗം വന്ന് മരിക്കും, പക്ഷെ അകത്ത മനുഷ്യനെ ഒന്ന് നിറച്ച് യേശുവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ ഹീലിംഗ് അനോയിന്റിംഗ് ഇസ് മൂവിങ് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുതകരമായ സൗഖ്യം ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുക. ആ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുക. പറ, വേദനയുമായിട്ട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ലെന്ന് പറ. രോഗവുമായിട്ട് സുവിശേഷം പറയുന്ന അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. പിന്നെന്തുവാ? യേശുവിനെ സൗഖ്യമാക്കിയെന്നൊരു സാക്ഷ്യവുമായിട്ട് ഞാൻ പോകും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം വ്യാപരിക്കുക, അത്ഭുത വിടുതൽ വ്യാപരിക്കുക. ആ ശരീരത്തിന്റെ മേൽ, അവരുടെ വേദനകളുടെ മേൽ, രോഗത്തിന്റെ മേൽ ഹീലിംഗ് ഇപ്പോൾ വ്യാപരിക്കുന്നു. നാളുകാട്ടുള്ള വേദനകൾ, നടുവിനെ കൈവച്ച് അസ്ഥി വേദന കൈയെടുത്ത് വെച്ച മുട്ടിന്റെ വേദന, കാഴ്ചയില്ലാത്ത കണ്ണാടിയൊക്കെ ഊരി മാറ്റിക്ക്. എന്നിട്ട് പറ, എനിക്ക് കാഴ്ച വേണം. യേശുവിനെ ലോകം മുഴുവൻ പോകാനുള്ളതാ, തപ്പിത്തടഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കാഴ്ച വർദ്ധിക്കട്ടെ, ആ കേൾവി വർദ്ധിക്കട്ടെ. ആ ശരീരത്തിലെ ബ്ലഡിന്റെ കൗണ്ടുകളൊക്കെ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിന്റെ മേൽ പ്രവർത്തിക്കുക. ഇന്ന് കർത്താവിന്റെ ജീവൻ വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ശൈലജ സിസ്റ്റർ അല്ലാതെ ശൈലജ എന്ന് പറഞ്ഞ ഒരു സഹോദരി, അത് നാത്തൂനോ അങ്ങനെ എന്തോ ഞാൻ കാണുന്ന ചേച്ചിയോ നാത്തൂനോ കേട്ടോ, ആ ഒരു ആൺ തലമുറയുള്ളൊരു ശൈലജ, ഈ പ്രാർത്ഥനയിൽ കയറുന്ന ശൈലജയല്ല, കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ശൈലജയാണ്. കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്, ഒരാൺ തലമുറയുള്ള ശൈലജയാണ്. ആ ശൈലജയുമായിട്ട് ബന്ധപ്പെട്ടതാരാണ്? വേഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടി പോവുക. നിങ്ങളുടെ പ്രാർത്ഥന ആ ഭവനത്തിന് വേണമെന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ തൊടാൻ വേണ്ടി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവ് അതാരാ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്? ഇപ്പൊ മെസ്സേജ് ഇട്ടേക്കുന്ന ആൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ആൺ തലമുറയുള്ള കേട്ടെ, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച കുടുംബത്തിൽ ആരാന്ന് ചോദിക്കണം. അവരുടെ കുടുംബത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചത് ഞാനാ. സെപ്റ്റംബർ 1 എന്റെ ബർത്ത്ഡേ. എന്റെ വല്യമ്മ പേര് ശൈലജ. ഒരു മോനുണ്ട്. ഇന്നലെ ഞാൻ വല്യമ്മനെ വിളിച്ചപ്പോ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുപ്പ എന്ത് കാര്യമൊന്നും അറിയത്തില്ല, ഐ ഹാഡ് എ ബർഡൻ, വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അപ്പൊ ആക്ച്വലി അങ്ങനെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അറിയാൻ മേല യേശുപ്പ എന്ത് കാര്യമെന്ന്. എനിക്ക് വിളിക്കുമ്പോ ഭയങ്കര വിഷമം തോന്നി, ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, എന്നോടൊന്നും പറഞ്ഞതും ഇല്ല. ബിക്കോസ് നമ്മുടെ ഫാമിലി ഇപ്പോ 2 മരണം നടന്നു. അപ്പോ പിന്നെ അവരെല്ലാം ഭയങ്കര ബ്രോക്കൺ. ഒന്ന് എന്റെ അമ്മ മരിച്ചു, പിന്നെ അമ്മയുടെ ബ്രദറും മരിച്ചു. ആ കുടുംബത്തിന്റെ അകത്ത് ഭയത്തിന്റെ ദുരാത്മാവ് പ്രവേശിച്ചിരിക്കുന്നതാണ്. ഇന്ന് കർത്താവ് വെളിപ്പെടുത്തിയ സിസ്റ്റർ, ഈ കാര്യങ്ങൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ ഒരു കൺഫർമേഷനായിട്ട് കർത്താവ് സെപ്റ്റംബർ മാസം കാണിച്ചത്. ഇന്ന് സിസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഭയത്തിന്റെ ദുരാത്മാവ് കുടുംബത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നിരാശകൾ കയറി, അനർത്ഥം ഉണ്ടാകുമെന്നുള്ള ഭയം കയറിയിരിക്കുന്നു. അവർക്ക് വേണ്ടി സിസ്റ്റർ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അവരിങ്ങോട്ട് ബന്ധപ്പെടും. ഉറപ്പായിട്ടും പറയും, ഈ ആലോചന ആമേൻ പറഞ്ഞ് സിസ്റ്ററെ സ്വീകരിച്ചു. അവരിങ്ങോട്ട് തന്നെ വിളിച്ച് നമ്മളോട് പറയും, നീ പ്രാർത്ഥിക്കണം, നിന്നെ തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുക കേട്ടോ. എനിക്കൊരു കാര്യം പറയണം. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുവന്ന ആൾക്കാരാ. അപ്പൊ ഇവരൊക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. സോ അതെനിക്ക് ഇവിടെ പറയാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മളെല്ലാരും ഇവര് ഒറ്റപ്പെടുത്തി. ബട്ട് ഈവൻ ദോ അപ്പൊ ഞാൻ ഇന്നലെ ഒത്തിരി നാളത്തേക്ക് ശേഷം ഇന്നലെ വിളിച്ചു. ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോ എന്നോട് അധികം സംസാരിച്ചില്ല, പക്ഷേ ഷി വാസ് ക്രൈങ്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, യേശുപ്പച്ച അവരെല്ലാരും നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തോ സംതിങ് റോങ് അങ്ങനെ എനിക്ക് തോന്നി. അപ്പോഴ തൊട്ട് എന്റെ ഉള്ളിലൊരു ഭാരവാ, യേശുപ്പ ഐ ഹാവ് ടു പ്രേ. ഞാൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഐ സിറ്റ് ആൻഡ് പ്രേ. ഇന്ന് ഞാൻ കോളേജിൽ വെച്ചൊക്കെ പ്രാർത്ഥിക്കുക. അപ്പൊ സെപ്റ്റംബർ പറഞ്ഞപ്പോ ഇറ്റ് ഇസ് ലൈക്ക് കൺഫേം. സെപ്റ്റംബർ 1 എന്റെ ബർത്ത്ഡേ. അമ്മയുടെ ചേച്ചിയുടെ പേരാ ശൈലജ, ഒരു മോനുണ്ട്. ഏറ്റെടുത്ത കർത്താവ് ഇന്ന് ദൈവം എല്ലാം അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിക്കും. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ സൗഖ്യങ്ങൾ നടക്കുക. ചുമ്മാ പറയുമല്ല. നിങ്ങളുടെ ശരീരം കർത്താവായ യേശു രോഗത്തിന് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല, പക്ഷെ അകത്തുനിന്നൊരു ശക്തി അങ്ങോട്ട് നിറയട്ടെ. നിങ്ങൾ
ആ വചനം അങ്ങോട്ട് ഭക്ഷിക്കുമ്പോൾ പുറമേയുള്ള ക്ഷയങ്ങളൊക്കെ ഇപ്പം മാറാൻ പോവുക. ഞാൻ അടുത്ത ദിവസം ഒരു വാക്യം എടുക്കുമെന്ന് കുറച്ചും കൂടെ അത് ആഴത്തിലേക്ക് വരും. കർത്താവിൻ്റെ ഈ ദിവസങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ബലപ്പെട്ടു. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ആശാ കുമാരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. 2 പെൺതലമുറകളെ ഞാൻ ആ കുടുംബത്തിൽ കാണുക. ആശാ കുമാരി എന്നുള്ളൊരു വ്യക്തിയുടെ പേര് കാണുക. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ വലിയൊരു കവറിങ് ആ ഭവനത്തിൻ്റെ അകത്ത് ആവശ്യമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവമേ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നല്ലോ. ആ കുടുംബത്തിൻ്റെ മേൽ എല്ലാ തകർച്ചകളെയും വിട്ടുമാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് അവിടെ പ്രവർത്തിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു 6 വർഷം, കറക്റ്റ് 6 വർഷമായി, 6 വർഷമായിട്ട് വാങ്ങിച്ചൊരു സ്ഥലം, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഈ സ്ഥലം, ഈ പ്രോപ്പർട്ടി മേടിച്ചത് നിമിത്തം നിങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. 6 വർഷം കറക്റ്റ് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചു. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഉയരണം. ആ ഭവനത്തിൻ്റെ അകത്ത് ഭയങ്കര നിരാശ പ്രവേശിച്ചു. നിങ്ങൾക്ക് ഈ സ്ഥലം ഈ മേടിച്ച നിമിത്തം ഉണ്ടായ ചില വിഷയങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ആ ഭവനത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിലെ വചനം ആ ഭവനത്തിൽ ഉയരട്ടെ. ആ കുടുംബത്തിൻ്റെ അകത്ത് വചനം ഉറക്കെ പറഞ്ഞാൽ ഞാൻ ഈ ഭവനത്തിൽ ഫലം കായ്ക്കും. ഈ നാട്ടുകാരൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തിൻ്റെ അകത്ത് എന്നെ കാണുന്നവരൊക്കെയും പറയും നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമെന്ന് ആ ഭവനത്തെ നോക്കി പറയാൻ വേണ്ടി പോകുന്നു. ഞാൻ കാണുന്നത് 6 വർഷമായി കറക്റ്റ് ആ ഭവനം നിങ്ങളത് വാങ്ങിച്ച് അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തി സ്വീകരിച്ചോണെ. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് വിടിവിക്കാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. തോമസിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർത്താവ് എന്നെ കാണിക്കുക. ഈ 2 വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർ 2 പേരുടെയും കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ ഫൈറ്റ് അല്ല, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു മല്ലുപിടുത്തം നടന്നുകൊണ്ടിരിക്കുക. ആ മണ്ണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് അങ്ങയുടെ ദിവ്യ സമാധാനം ആ ഭവനങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഈ വ്യക്തികളുടെ മേൽ ഒരു ഐക്യത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ അവിടെ ചൊരിയുന്നല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ കൃപകൾ അവിടെ ചൊരിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ ഓ ജീസസ് അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സ്വപ്ന എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ സ്വപ്നയ്ക്ക് കൂടെ തന്നെ ഒരു സഹോദരനും കൂടെ ആ കുടുംബത്തിലുണ്ട്. സ്വപ്നയ്ക്ക് ഒരു സഹോദരനുണ്ട്. ആ ഭവനത്തെയാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും ദൈവം നിങ്ങളെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും കർത്താവ് നിങ്ങൾക്കൊരു ചേഞ്ച് തരാൻ വേണ്ടി പോവാണ്. ആ ചേഞ്ച് ദൈവത്താൽ തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിൻ്റെ തലമുറകളുടെയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു അവരുടെ ഭാവിയുടെ അനുഗ്രഹത്തിനായി ദൈവത്താൽ തന്നെ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു. നിങ്ങളൊന്നും ചെയ്യേണ്ട ഈ ദിവസങ്ങളിൽ ദൈവത്താൽ മേൽത്തരമായൊരു മണ്ണിലേക്ക് ദൈവം നിങ്ങളെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഏലിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നായിട്ട് പറഞ്ഞു. ഏലിയാസിൻ്റെ ഭവനത്തിൻ്റെ അകത്തു നിന്നും രോഗശക്തികൾ വിട്ടുമാറുന്നു. ഓരോരുത്തരെ രോഗികളാക്കി തകർത്ത ഒരു പാരമ്പര്യം അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമം ഞങ്ങളത് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ആ ഏലിയാസിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്വീകരിച്ചോണെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു. ആരാത് ഇട്ടേക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് നിങ്ങൾ ആലോചന സൂമിലാണ് ഇടപെടുന്നവരെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാം. അല്ല എങ്കിൽ ലൈവിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചോണേ.
ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. പറഞ്ഞു സിസ്റ്റർ. ഇപ്പൊ കമന്റ് ചെയ്ത സഹോദരി പറഞ്ഞു, ഞാൻ ആ ഭവനത്തിന്റെ മേലേക്ക് കൈലാസ് എന്ന് പറഞ്ഞ എന്റെ ഫാദറാണ്. ബ്രദർ പറഞ്ഞ പോലെയാണ്, ഓരോരുത്തരുടെ ഇങ്ങനെ രോഗമാണ്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പോ ബ്രസ്റ്റിൽ ഒരു ലംബ് ഉണ്ട്. ഞങ്ങള് മാമോഗ്രാം ചെയ്യാൻ പോവാണ്. യേശുവിനെ ഓരോരുത്തരെ രോഗിയാക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ട് സിസ്റ്റർ അതിൻ്റെ അകത്തോട്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ കർത്താവിയ സകല ശാപത്തെ ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭവനത്തിന്റെ മേൽ ദിവ്യ സമാധാനം ഉണ്ടായി വരട്ടെ, ദിവ്യ സമാധാനം ഉണ്ടായി വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ ആ മാതാവിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം അപ്പ. അങ്ങ് ഞങ്ങളുടെ മേലത് ഡിക്ലെയർ ചെയ്ത് തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തിന്റെ അകത്ത് കർത്താവ് എന്നെ ഒരു ഡോള് കാണിക്കും. ഈ ഡോൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ ഏഞ്ചൽസിന്റെ ഒക്കെ ഷേപ്പുള്ള അതൊരു ഷേപ്പാണ്. അതുപോലെ ഒരു ഷേപ്പുള്ള ചെറിയൊരു ഡോള്, കുഞ്ഞൊരു ഡോളാണ്. നമ്മുടെ ഒരു കൈയുടെ അത്രയും പോലും ഇല്ല, അത്രയും വലിപ്പൊക്കമുള്ള, കൈകളുടെ അത്രയും വലിപ്പമുള്ള ഒരു ഡോള്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് വശം പൊട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സൈഡ് അതിൻ്റെ പൊട്ടിയിട്ടുണ്ട്. അത് പക്ഷെ നിങ്ങളത് കളഞ്ഞിട്ടില്ല, അവിടെ തന്നെ അത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ആ ഭവനത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ആ കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഗിഫ്റ്റ് തന്ന വ്യക്തി, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്ന ആ ഭവനം അത് പൊട്ടിയിട്ടും അത് അവിടെ നിന്ന് കളഞ്ഞിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. വലിയ ഡോളല്ലത്, ചെറുതാണത്. ഡോളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഈ കണ്ടാലൊരു നമ്മൾ ഏഞ്ചൽസിൻ്റെ ഒക്കെ രൂപം പോലെ ഇരിക്കും. പക്ഷേ ഏഞ്ചൽസിൻ്റെ അല്ലത്, ആ ഒരു രൂപ സാദൃശ്യം അതുപോലെ ഇരിക്കുന്നതാണ്. ഒരു വീടിൻ്റെ അകത്ത് അത് ഇരിക്കുന്നതാണ്. അത് തന്ന ഒരു ഗിഫ്റ്റ് ലഭിച്ചതാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ നിങ്ങളെ അയക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് തകർന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് കരകയറ്റുവാൻ ആദ്യം ദൈവം നിങ്ങളെ ഒരു സാക്ഷ്യമാക്കും. ആ സാക്ഷ്യം ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യും. എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങളോട് ചോദിക്കുകയും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ക്രിസ്തുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് തമ്പുരാൻ മാറ്റുന്നു. ഇപ്പോൾ തന്നെ ആ ഇടയാളമുള്ളത് ഏത് ഭവനമാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളൊരു സാക്ഷ്യമായി മാറും. നിങ്ങളെ ദൈവം ആ വ്യക്തിക്ക് ഒരു സാക്ഷ്യമാക്കി മാറ്റും ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞത് ആലോചന സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളെയാണ് ആദ്യം വെളിച്ചമാക്കിയിരിക്കുന്നത്. നിങ്ങൾ അനേകർക്ക് വെളിച്ചമാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്ലാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തികളെ അങ്ങ് തൊടുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ സുരേഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ കമന്റ് ചെയ്തേക്കുന്ന ആരായിരുന്നത് സിസ്റ്റർ? നേരത്തെ പറഞ്ഞ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് തോമസ് എന്ന് പറഞ്ഞ പാരന്റ്സിന്റെ എന്റെ ഫാദറിന്റെ എൽഡർ ബ്രദർ ആയിരുന്നു ചെറിയാൻ, യങ്കർ ബ്രദർ ആയിരുന്നു തോമസ്. അവര് രണ്ടും മരിച്ചു, എന്റെ ഫാദറും മരിച്ചുപോയി. പക്ഷെ പിള്ളേര് ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടിയാണ് ഉള്ളതെല്ലാം. അപ്പം അതിനെ പറ്റി ഭയങ്കര ഒരു ഫൈറ്റാണ്. അപ്പൊ ഞങ്ങള് പെൺപിള്ളേരാണ് 5 പേര് എന്റെ ഫാദറിന്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുറച്ച് പോർഷൻ തന്നായിരുന്നു. അവർക്കത് വേണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി കഴിഞ്ഞപ്പം അവർക്ക് അത് വേണം എന്നാണോ എന്താണോ, എന്തായാലും എന്റെ അമ്മ അവരുടെ കൂടെയാണ്. മീൻസ് അങ്ങനെ ഒരു കൂടാന്ന് വെച്ചാൽ അങ്ങനെ ഒരു കൊളാബറേഷനിലാണ്. പക്ഷേ സിസ്റ്റർ, ഈ തോമസ് എന്ന് പറയുന്ന ചെറിയാന്ന് പറഞ്ഞ 2 വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഡോക്യുമെന്റ്, ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലേ സിസ്റ്റർ പറഞ്ഞ ആലോചന? അത് തന്നെ. ഇന്ന് ആ വിഷയത്തിന്റെ മേൽ, അത് മാനുഷിക വിഷയമല്ല കേട്ടോ, അത് അതിൻ്റെ അകത്ത് നടക്കുന്ന ഫൈറ്റ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കലഹത്തിന്റെ ദുരാത്മാവ് ഇപ്പോൾ തന്നെ ആ ഭവനം വിട്ടു പോകും. ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകും. ഇല്ല എങ്കിൽ അത് വലിയ കലഹത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. പക്ഷേ യേശുവിനെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് കലഹമല്ല, അതിനെ പിടിച്ചു കെട്ടുന്ന ദൈവപ്രവർത്തി. ഇന്ന് കർത്താവ് എന്ന ആലോചനയുടെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ വിഷയമായത്. ഈ തോമസിലും ചെറിയാണിലും ആരംഭിച്ച വിഷയമാണ്. അവരും അവസാനിച്ചിട്ടും ആ വിഷയം തീർന്നിട്ടില്ല. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. അത് കർത്താവേ, യേശുവിന്റെ നാമത്തിലെ കലഹത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന, സ്ഥലത്തിന്റെ മേൽ മല്ലി പിടിച്ച് നിൽക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിള്ളലിട്ട് സ്വസ്ഥത കെടുത്തി കലഹത്തിന്റെ ദുരാത്മാവിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വെട്ടി നീക്കുന്നപ്പോ സമാധാനം വാഴട്ടെ,
ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവെ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു, ഈ സുരേഷ് എന്ന് പറയുന്ന ഒരു ആങ്ങളെയുള്ള ഒരു വ്യക്തി, സുരേഷ് എന്ന് പറയുന്ന ഒരു ആങ്ങളെയുള്ള വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വ്യക്തിയുടെ 16-ാമത്തെ വയസ്സും 18-ാമത്തെ വയസ്സും ഞാൻ കാണുന്നൊരു കാഴ്ച. ആ വ്യക്തിയുമായിട്ട് കുടുംബത്തിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് ഒരു മരണം നടന്നൊരു കാലഘട്ടമാണ്. ഇച്ചിരി പഴക്കമുള്ളതാണ്. എന്നാൽ ഈ വ്യക്തിയുടെ മേലേക്കും ആ ഒരു ശക്തി, അതായത് ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടാൻ വേണ്ടി അല്ല പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ഇതിനെയൊക്കെ കെട്ടുകളെ പൊട്ടിക്കാനും ബന്ധിതരെ അഴിക്കുവാനും അഭിഷേകമുള്ളവരാ. ഈ വ്യക്തിയുടെ മേലും വ്യാപരിച്ച് ഈ വ്യക്തിയെ പലപ്പോഴും കുറേ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി പല രീതിയിൽ ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കയറി കൂടിയിരിക്കുന്നതാണ്. ഇത് തുടങ്ങിയത് ഒരു 16-ാമത്തെ വയസ്സാണ്. ഈ വ്യക്തിയുടെ ഭാവിയുടെ കുടുംബത്തിലെ എല്ലാ രീതിയിലും ഈ മനുഷ്യനെ തകർത്തടിപ്പിച്ച് മൊത്തത്തിൽ എല്ലാവരെയും അകറ്റിക്കൊണ്ടുപോയി നശിപ്പിക്കാൻ നോക്കുന്ന സകല ദുഷ്ടപിശാചിന്റെ പ്ലാനുകളും ഇന്ന് കർത്താവ് തകർക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വ്യക്തിക്കുണ്ട്. എന്നാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലാത്ത ചില അവസ്ഥകളാണ്. ഇന്ന് ആരാണോ ആ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ അകത്ത്, അതായത് ആ കുടുംബ സർക്കിളിൻ്റെ അകത്തൊരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആ താമസിച്ച കുടുംബത്തിൻ്റെ അകത്ത് അത് റിലേറ്റ് ചെയ്ത് ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ അതിനെ ഫോളോ ചെയ്ത് നിന്നതിനെ ഇപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ വ്യക്തിയെ കർത്താവ് ദൈവത്തെ അറിയുന്നവൻ വിടുവിക്കുന്നവന്, നിങ്ങളിലൂടെ അനേകർ വിടുതൽ പ്രാപിക്കും. എൻ്റെ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി തീരുമെന്ന് ആ സഹോദരന് വേണ്ടി സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തി സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി, അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒത്തിരി സമയം മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ സമയം 11 മണിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു സിസ്റ്റർ. ഞാൻ ശനിയാഴ്ച എനിക്കൊരു ആലോചന പറഞ്ഞായിരുന്നു. വിഷയം എന്ന് പറഞ്ഞ് എനിക്കത് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ജോയിന് അതൊന്ന് പറയാവോ? കാശ് എന്താ തോന്നുന്നു പറയാവോ സിസ്റ്റർ? യൂട്യൂബിൽ കേട്ടായിരുന്നത്? എന്തോ യൂട്യൂബിലില്ലേ സിസ്റ്റർ അത്? അത് എനിക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു കേട്ടിട്ട്. എന്നാ സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചോണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരേ ആലോചന നമ്മൾ ആ വരുന്ന ഫ്ലോയിൽ തന്നെ കേട്ടോണം. ഇനി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കർത്താവ് വീണ്ടും എന്നോട് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് കർത്താവ് ഒരു സംസാരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിലും അവന്റെ അമിത ബലം, നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവനും ചിന്തിക്കാൻ വേണ്ടി പോകുന്നു ഈ വിഷയങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. സമയം ഒത്തിരി കയറിപ്പോയി. അതുകൊണ്ട് തുടക്കത്തിലേ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെട്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. മറക്കല്ല, ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ കേരളത്തിൽ ക്രമീകരിക്കുന്നു. അപ്പോൾ പട്ടണങ്ങളിലുള്ളവരെ നിങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങുക. അത്ഭുതകരമായ സാക്ഷ്യം പറയാനുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങൾ തയ്യാറാകുക. നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും വരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം, കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ തയ്യാറാകുക. ഇനി ദൈവാത്മാവ് എവിടേക്കാണ് ഇടപെടുന്നത്, ദൈവാത്മാവിൻ്റെ ഇടപെടൽ പോലെ നമുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അനിഭാഷ പ്രാർത്ഥന സൗദിയിൽ നടക്കുന്നു 14-ാം തീയതി. 2 നമ്മളിവിടെ എറണാകുളത്ത് 8-ാം തീയതി നമ്മൾ എറണാകുളത്ത് പ്രാർത്ഥന നടക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കണക്ക് കൊടുത്തവർ എല്ലാം ഞാൻ കണ്ടു. അതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫിനാൻഷ്യൽ ഫ്രീഡം വരും ദിവസങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റി എടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നന്മകൾ നമുക്ക് വേണം. നമ്മൾ ഈ കടം സൗകര്യം പറഞ്ഞിട്ടില്ല, ഞാൻ വായ്പ മേടിക്കത്തില്ല, ലോൺ എടുക്കത്തില്ല. നവംബർ 29 അന്യഭാഷ പ്രാർത്ഥന നമ്മൾ തീരുമാനിച്ചു. അവർ പറഞ്ഞാൽ ലോൺ എടുക്കത്തുമില്ല, വായ്പ മേടിക്കത്തില്ല, കടം മേടിക്കാതെ. അപ്പോൾ എവിടുന്ന് നന്മ തുറന്നു? ദൈവം തുറക്കും. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കടഭാരത്തിൻ്റെ അകത്തൊക്കെ ഭാരപ്പെടുന്നവർ മിസ്സാക്കരുത്. ഏത് സമയത്താണ് ഇതെടുക്കുന്നത് എനിക്കറിയത്തില്ല. കർത്താവ് എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത് അതുപോലെ കർത്താവിൻ്റെ കൂട്ടായ്മ നമ്മൾ നടക്കും. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്ന ഏപ്രിൽ മാസത്തിൽ നമുക്ക് ആവശ്യമാണ്. വിതയ്ക്കണം, വിതയ്ക്കുന്നവർ കൊയ്യും.
ഇപ്പോഴേ വിതയ്ക്കേണ്ട, നിങ്ങൾ ഇപ്പോഴേ ഒരു ശേഷിപ്പ് മാറ്റി വെച്ചോണം. കർത്താവിന്റെ നാമത്തിൽ പട്ടണങ്ങളിൽ സുവിശേഷം എത്തിക്കണം. ഏറ്റവും നല്ല ഓഡിറ്റോറിയം നമുക്ക് വേണം. ഇത് പിരിവല്ല, ബ്രദറിന് കൊടുക്കുക പിടിച്ചു പറിക്കുമോ എന്ന് ചിന്തിക്കണം. ഇനിയിപ്പം ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ വിതയ്ക്കുന്നവർക്ക് ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണം. ഏറ്റവും ബെസ്റ്റ് ഹോള് വേണം, ഏറ്റവും ബെസ്റ്റ് സ്ഥലം വേണം, ഏറ്റവും ബെസ്റ്റ് എക്യുപ്മെന്റ്സ് വേണം. അല്ലാതെ നമ്മൾ ദൈവമക്കളൊന്നും ഞെരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് നന്മ തരും. ഈ നിമിഷം മുതൽ വിതയ്ക്കുവാൻ കർത്താവ്, ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് കർത്താവെ അവർക്ക് ഉള്ളത്തി ദമുരം കൊടുക്കുക. അവരുടെ ഞെരുക്കത്തെ കൽപ്പിക്കുന്നു, വിട്ടുമാറട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ഞെരുക്കത്തിൽ, അവരുടെ ശൂന്യമായ അവസ്ഥകളൊക്കെ, ആ പേഴ്സൊക്കെ എടുത്ത് കൈപിടിച്ച്, ആ അക്കൗണ്ട് നമ്പരും ഒക്കെ എടുത്ത് കൈപിടിച്ച്, ATM ഒക്കെ എടുത്തുനിന്ന് പിടിച്ച, പോക്കറ്റൊക്കെ എടുത്ത് പിടിച്ചു. ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ആകാശത്തിൻ്റെ കിളി വാതിൽ, മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മീൻ്റെ അകത്ത് കർത്താവെ നന്മ വെച്ചതുപോലെ, ആകാശത്തുനിന്ന് മന്ന കൊഴിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഐശ്വര്യവും സമ്പത്തും നിന്റെ ഭവനത്തിൽ ഉണ്ടാകും. ബാലസിംഹങ്ങൾ ഇര കിട്ടാതലയും. ദൈവത്തെ വിളിക്കുന്ന ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. വാരി വിതറി കൊടുക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് നന്ദി. ഈ ദിവസങ്ങളിൽ തയ്യാറാകുക, പ്രാർത്ഥിക്കുക. ഫിനാൻഷ്യൽ ബ്ലെസ്സിനേക്കാൾ തയ്യാറാകുക. ഏപ്രിൽ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പട്ടണത്തിലും അതിന് മുമ്പായിട്ട് നമ്മൾ അന്യഭാഷ പ്രാർത്ഥനകൾ ക്രമീകരിക്കും. അതിനുവേണ്ടി ജോയിൻ ചെയ്യുക. ആൾക്കാരോട് പറയണം, ഇന്ന് മുതൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഓടി നടന്ന് പ്രാർത്ഥിച്ചണം. അവരൊക്കെ സാക്ഷിയായിട്ട് വരണേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഒരേ ആലോചന ഒരേപോലെ എടുത്ത് പറയേണ്ട, ഏറ്റെടുത്താൽ മതി. സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറയും. ഹലോ ബ്രദറെ, പറഞ്ഞു. സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ഇവിടെ 2019 4 സെന്റ് സ്ഥലം മേടിച്ച് അതിപ്പോ അതില് ലോണൊക്കെ എടുത്ത് പെര പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ 4 ലക്ഷം രൂപ കടമായിട്ട് ഇപ്പൊ കിടക്കുവാണ്. അടയ്ക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. സിസ്റ്റർ, പ്രയർ റിക്വസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സാക്ഷ്യത്തിന്റെ സമയമാണ്, പ്രയർ റിക്വസ്റ്റിന്റെ സമയമല്ല. ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ദൈവ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഇനി കാത്തിരുന്നാൽ മതി. തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കേട്ടോ? സാക്ഷിയാ പറഞ്ഞ ബ്രദറെ. സിസ്റ്റർ പ്രാർത്ഥന വിഷയമല്ലേ പറഞ്ഞു? അല്ല, മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു ഇങ്ങനെ 6 വർഷത്തിന് മുമ്പ് സ്ഥലം പ്രോപ്പർട്ടി വാങ്ങിച്ച കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ കടമൊന്നും വീടാൻ പറ്റാണ്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് ഇരിക്കുകയാണ്. ദൈവിക ആലോചന ഇടപെട്ടത് പറഞ്ഞതാ. ഓക്കെ. 6 വർഷമായിട്ട് മേടിച്ച സ്ഥലം, ആ സ്ഥലത്തിന്റെ അകത്ത് കർത്താവിന്റെ ആത്മ ഇടപെട്ടിട്ടില്ല. ആരാധന ഉയർന്നോണം. ആ വിഷയങ്ങൾ അത് ദൈവാത്മ ഇടപെട്ടാണ്. 6 വർഷം മുമ്പ് മേടിച്ച പ്രോപ്പർട്ടി, ഇഷ്ട പ്രോപ്പർട്ടി അല്ലത്. ആ ഭവനത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ വചനം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സമയം അതിനുവേണ്ടി എടുത്തോണം. ആ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ, സാമ്പത്തിക വഴി തുറക്കുന്ന വചനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വചനങ്ങള് കുടുംബത്തിന്റെ അകത്തിരുന്നുകൊണ്ട് ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആ സഹോദര സാക്ഷി നമ്മൾ കേട്ടല്ലോ, തന്നെ വഴി തുറക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. സാക്ഷ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞു. ഇപ്പൊ ഈ വചനം ഇത്രയും കേട്ടത് വളരെയധികം എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ, ഉപവാസത്തെ പറ്റി, ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് വളരെയധികം കേൾക്കുവാൻ പറ്റിയത് നന്ദി പറയുന്നു ബ്രദറെ. ഇതെല്ലാം അറിഞ്ഞതും ഇരുന്ന് ഉപവസിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിവ് കിട്ടിയത് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. തീർച്ചയായും ഇനിയും കർത്താവ് ആഴമായിട്ട് ഈ വചനങ്ങളെ ധ്യാനിക്കുക. അപ്പൊ കർത്താവ് കൂടുതൽ മനസ്സിലാക്കാൻ കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. അത് ഞങ്ങൾ നേരത്തെ ഒരു പ്രവചിക്കുമ്പോ ഒരു ഇത് ടോള് പുറത്തു വന്നേ, അത് ഞങ്ങൾ വീട്ടിലുണ്ട്, കൊടുത്തിട്ടുണ്ട് ഒരാള് ഗിഫ്റ്റ് ആയിട്ട്. ഓക്കെ. പൊട്ടിയിരുന്ന ടോൾ എന്ന് പറഞ്ഞത് അല്ലേ? അതെ, പൊട്ടിയ ടോൾ. അതെ, ബ്രദറിന്റെ ഭവനത്തിലാ ഉള്ളത്. എവിടെയാ ബ്രദർ കേൾക്കുന്നേ? സ്ഥലം മംഗലാപുരത്തിരുന്ന് കേൾക്കുന്ന. അത് ഗിഫ്റ്റ് കിട്ടിയതല്ലേ? അത് ഗിഫ്റ്റ് കിട്ടിയത്. ആ ഗിഫ്റ്റ് കിട്ടിയ വ്യക്തി ഇപ്പൊ അത് ഡാമേജ് ആയിട്ട് ഇപ്പൊ ഇരിക്കുന്ന വീടിന്റെ അകത്തല്ലേ? കർത്താവ് എല്ലാം അറിയുന്ന പ്രിയരെ. ഞാനിത് കാണാൻ വല്ല വഴിയുണ്ടോ?
എന്താ ഞാനത് കാണാൻ വല്ല വഴിയുണ്ടോ? ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതിന്റെ ഫോട്ടോ ഉണ്ട്, ഇപ്പൊ അല്ല ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. വല്ല ബ്രദറെ, ഞങ്ങളത് കാണാൻ വല്ല വഴിയുണ്ടോ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നത്? ആ ബ്രദർ അതെ ഇപ്പൊ അതെ, ഈയിടെ കാണിച്ചു. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു. ഓക്കെ ബ്രദറിനെ ഞാനിപ്പോ സാധ്യത ഉണ്ടോന്നാ ചോദിച്ചു. ഞങ്ങൾ അത് കാണാൻ സാധ്യത വല്ലതും ഉണ്ടോന്ന്. ബ്രദറിന് ഇരിക്കുന്ന മലയാളം എത്ര മനസ്സിലാകാൻ? ഓക്കെ നിങ്ങളെ ഇല്ല, നിങ്ങളെ പരിചയമില്ല, ഓക്കെ സാധ്യതയില്ല. ഓക്കെ, ഞാനത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങളെ, എൻ്റെ ബ്രദർ അത് കാണിക്കുന്നുണ്ട്, നിങ്ങളെ കർത്താവ് അത് പറഞ്ഞത് നിങ്ങളെ അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ആദ്യം നിങ്ങളുടെ അകത്ത് സാക്ഷ്യം ഉണ്ടാകും, അത് തന്ന വ്യക്തിയെയും കർത്താവ് സാക്ഷ്യമാക്കും. ബ്രദർ അത് കാണിക്കുന്നുണ്ടത് യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, അത് തന്ന വ്യക്തിയെയും ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് തന്ന വ്യക്തിയെയും അതിന്റെ ഉടമസ്ഥനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം കണ്ടിട്ട് ആ വ്യക്തി ചോദിക്കുമ്പം ആ വ്യക്തിയിലേക്ക് പ്രാർത്ഥനയിലൂടെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഞാൻ USA എന്നാണ് പറയുന്നത്. ഞാൻ 29th മീറ്റിംഗില് സിജോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞായിരുന്നു. അതെന്റെ ഒരു മോനാണ്. മോനെ ഒരു ആധാരമായിട്ട് സംബന്ധിച്ച ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ ആധാരമല്ല, ഞങ്ങൾ 6-ാം തീയതി ഒരു കോർട്ട് രീതിയിൽ ഒരു പേപ്പറിന് അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ പേപ്പർ ഞങ്ങൾക്ക് ദൈവഹിതമെങ്കിൽ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ അതാണോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കുവോ ആ പറഞ്ഞ പ്രവചനം അന്നത്തെ? ഏറ്റെടുത്ത വെച്ചിട്ട് കർത്താവ് ഇടപെട്ടതല്ലേ, നമുക്കതൊരു അത്ഭുതമായി തന്നെ, നമുക്കൊരു അനുഗ്രഹമായി തന്നെ അത് മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ഞാൻ പറയുമായിരുന്നു, ഈ സെയിം പ്രവചനം ചെറിയാനും തോമസ് ലാസ്റ്റ് വീക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ജോലിയിലായിരുന്നു, അപ്പൊ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് ഓഫാ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, അത് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ, അത് കഴിഞ്ഞ് എന്നതാ സംഭവം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ എനിക്ക് സിസ്റ്ററിനോടൊന്നും പറയാനായിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ, എന്നിങ്ങനെ തുമ്പ് മാത്രമേ കിട്ടിയുള്ളല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ തന്നെ ബ്രദർ അത് പിന്നെയും പറഞ്ഞു. അത് ഏറ്റെടുത്ത കർത്താവ് നമുക്ക് ആലോചനയിൽ വിശ്വസ്തനാണ്. ദൈവം ആലോചനയോടെ നമുക്ക് സാക്ഷ്യം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറയാനുള്ളവരല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാനാണോ എത്തിക്കുന്നത്? പാസ്റ്റർ, ആ 31-ാം തീയതിത്തെ മെസ്സേജ് എനിക്കൊന്നും കിട്ടിയില്ല. അത് ഞാൻ എൻ്റെ ഫോണിൽ ഹാങ് ആയതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ ക്ലിയർ ചാറ്റ് ചെയ്തു പോയായിരുന്നു. അപ്പം ഇന്നാണ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സോണി എന്ന് പറയുന്ന ഒരു ബ്രദർ ഞങ്ങളുടെ ചർച്ചിലുള്ളത്. അപ്പം അതിൻ്റെ അനിയൻ മരിച്ചു പോയാലും പാസ്റ്ററിങ്ങനെ ആലോചന പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനത് അവരോട് വിളിച്ച് പറഞ്ഞു, പക്ഷെ അവർക്ക് ഇത് ഇട്ട് കൊടുക്കാൻ സിസ്റ്റർ യൂട്യൂബില് നമുക്കത് ലൈവിന്റെ അകത്ത് നോക്കിയാൽ മതി. ലൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എല്ലാ ദിവസവും ഡേറ്റ് നോക്കിയാൽ മതി. അതിന്റെ അകത്ത് ആ ഡേറ്റ് നോക്കിയിട്ട് അതിന്റെ അകത്ത് അവിടെ കാണും കേട്ടോ. ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് കാണത്തില്ല, പക്ഷെ ലൈവ് കിടപ്പുണ്ട്. ഞാൻ അവർക്ക് ഈ ലിങ്ക് ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ നോക്കി ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ലൈവിന്റെ അകത്ത് നോക്കിയാൽ മതി. വീഡിയോ അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ ലൈവിന്റെ അകത്ത് ആളും കിടക്കുന്നുണ്ട് കേട്ടോ. ശരി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ.